എന്താണോ പാർത്ത തനിക്ക്? തിന്നയില്ല തീറ്റിക്കയില്ല എന്ന് പറഞ്ഞ പോലെയാണല്ലോ. കൂടെ കളിക്കാനും വരില്ല, എന്നാ എന്നെ ഒറ്റയ്ക്ക് കളിക്കാനും സമ്മതിക്കില്ല. കളിച്ചോണ്ട് ഇവിടെ ഇരുന്നോ? ആ ഡോക്ടർ മരിച്ചിട്ട് 2 ദിവസമായി. സാർ ഇവിടെ സ്ഥിരതാമസമാക്കുകയാണോ? തിരിച്ചു പോകുന്നില്ലേ? സാറിന് താഴെ ഭൂമിയും മേലെ ആകാശമായിരിക്കും. എനിക്ക് അങ്ങനെയല്ല. ഈ വീട്ടിൽ ഓരോ നിമിഷവും എങ്ങനെ കഴിയുമെന്ന് എനിക്കേ അറിയൂ. ഈ വീടിനെന്താ പ്രശ്നം? നല്ല ശാന്തമായ അന്തരീക്ഷമല്ലേ? ഇവിടെ ആകുമ്പോൾ ആരും നമ്മളെ ശല്യപ്പെടുത്താനും വരില്ല. നമ്മളെന്താ ഒളിച്ചോടി വല്ലം മങ്ങിയാണോ? സർ, ഇറ്റ്സ് റിയലി സഫോക്കേറ്റിംഗ്. എടോ, ഈ വീടാണ് തന്റെ പ്രശ്നമെങ്കിൽ നമുക്ക് ഇതിലും ബെറ്റർ ഓപ്ഷൻ ഇല്ല. കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് പ്ലാൻ ചെയ്യുന്നത് പോലെ സേഫ്റ്റി വേറൊന്നും ഉണ്ടാകില്ല. ഇവിടെ ഇരുന്ന് പ്ലാനും ചെയ്ത് എക്സിക്യൂട്ടും ചെയ്ത് സക്സസ് ആയ എന്തെങ്കിലും ഉണ്ടോ? ദാറ്റ്സ് വൈ വി ആർ സ്റ്റിൽ ഹിയർ. അതെന്താ ഞാൻ അറിയാത്ത കാര്യം? സർ, സർ, സമയമായില്ല പോലും, സമയമായില്ല പോലും. ക്ഷമ എന്റെ ഹൃദയത്തിൽ ഒഴിഞ്ഞു തോഴ. സാർ എന്തൊക്കെയോ എന്നിൽ നിന്ന് മറക്കുന്നുണ്ട്. ഉണ്ടോ? ഉണ്ട്. മഞ്ഞപ്പിത്തമുള്ളവര് എവിടെ നോക്കിയാലും മഞ്ഞയായിട്ട് കാണുമെന്ന് പറയുന്നത് എന്ത് കറക്റ്റ് ആണല്ലേ? ഞാൻ മറയ്ക്കുന്നതായിട്ട് തനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ശരിക്കും ഞാനാണോ താനാണോ മറയ്ക്കുന്നത്? ജസ്റ്റ് എ ജോക്ക്, ലീവ് ഇറ്റ്. മഴയ്ക്കുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. പറഞ്ഞു തീർന്നില്ല, വന്നല്ലോ ആള്. പുതുമണ്ണിന്റെ മണം. താൻ ഇവിടെ നിന്ന് ചുറ്റുമൊന്ന് നോക്ക്. തനിക്കപ്പോൾ മനസ്സിലാകും ഞാൻ ഇവിടെ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുത്തതെന്ന്. ഞാൻ പോയി കോഫി ഇട്ടുകൊണ്ടുവരാം. ഹലോ. ഇല്ല, ഇവിടുന്ന് പോകുന്ന കാര്യത്തിന് തീരുമാനമായിട്ടില്ല. പിന്നെ ഐ തിങ്ക് ഹി ഹാസ് സം ഡൗട്ട്സ്. ഇല്ല, പക്ഷേ സംസാരത്തിൽ എന്തോ അങ്ങനെ തോന്നി. നോക്കട്ടെ. ഹലോ, ഹലോ. കോഫി. റേഞ്ച് പോയി കാണും, മഴയല്ലേ. ആ, വീണ്ടും അനാവശ്യമായ കോളായിരിക്കും അല്ലേ? അല്ല, നാട്ടിൽ നിന്ന്. ഓ, കോഫി കൂടി. സർ, സോറി. വൈ? ഞാൻ അപ്പോഴത്തെ ഒരു ഇതിന് സോറി സർ. ഏയ്, അത് ഞാൻ സീരിയസ് ആയിട്ട് എടുത്തിട്ടൊന്നുമില്ല. വിതിൻ ഡേയ്സ് തന്റെ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ ഉത്തരം തരാം. ഓക്കെ, കുറച്ച് ദിവസം കൂടെ നമുക്കിവിടെ നിന്നേ പറ്റൂ. ഇറ്റ്സ് ഓക്കെ സർ. സർ, ഡോണ്ട് ടേക്ക് മൈ വേർഡ് സീരിയസ്. തീരെയില്ല സർ. വാട്ട് അബൌട്ട് എ ഗെയിം? ഓക്കെ. Okay, thank you, Sana. It's really a great help. I don't know how to express my gratitude. Then please don't. If you don't mind, can we have a coffee date? I have a conference meeting on next month in Trivandrum. Let me check. ആടോ, ഒരു 5 മിനിറ്റ് ഞാൻ വരാം. Sir, don't take me wrong. Are you single? Yes, but maybe not soon. Sorry, Sana. It's my food time. Catch you later. Okay, don't forget about our coffee date. Okay, bye. താൻ എന്തുവാടോ ഒരു മയത്തിലൊക്കെ വന്ന് തട്ടി വിളിക്കണ്ടേ? ഞാൻ കരുതി വീടല്ല ഇപ്പോൾ തകർന്നു വീഴുമെന്ന്. ബ്രിട്ടീഷുകാരുടെ കൊലാസൃഷ്ടിയ കാട്ടാന വരെ ഇടിച്ചിട്ടിട്ടും കുലുങ്ങാതെ നിന്ന വീടാണെന്നൊക്കെ സാറല്ലേ പറഞ്ഞത്? ഓ, അത് പരീക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതായിരിക്കും. കഞ്ഞി? എന്താ?
തന്നെയല്ലടോ, കഞ്ഞിയാണോന്ന് ചോദിച്ചതാ. കഞ്ഞിയെങ്കിൽ കഞ്ഞി. അല്ല, ആരോടായിരുന്നു സൊല്ലല്? 34 വയസ്സായി, 24കാരനാണെന്നാ വിചാരം. നല്ല അസൂയുണ്ടല്ലേ? ആ പെണ്ണ് തന്നെയായിരുന്നു. ആ തേനൂറുന്ന സംസാരം കേട്ടപ്പോഴേ തോന്നി. താനെന്താ ഒളിഞ്ഞിരുന്ന് കേട്ടോ? സാറിന്റെ ബ്രിട്ടീഷുകാരുടെ വീടായതുകൊണ്ടേ എത്തിക്കൊക്കെ നല്ല ഉള്ളുറപ്പാ, അതുകൊണ്ട് ഒന്നും കേട്ടില്ല. ഞാൻ കഞ്ഞി കുടിക്കട്ടെ. ഹലോ. ഹലോ കണ്ണ. അമ്മ, അപ്പ എവിടെ? ഏത് നേരവും അപ്പ അപ്പ. ഞാൻ ആരാ നിനക്ക്? അമ്മ, വന്ന് അമ്മ ഒരു കംപ്ലൈന്റ് ബോക്സ് ആകുവാണല്ലോ. കാലുറച്ച് നിന്നല്ലോ. ഇനി അമ്മ കംപ്ലൈന്റ് ബോക്സും ശല്യമായിട്ടൊക്കെ തോന്നും. തുടങ്ങി. അല്ലെങ്കിലും ആൺമക്കൾക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ അച്ഛന്മാരെ മതി. ഇന്നലെ രാത്രിയിലും ഞാൻ അമ്മയോടല്ലേ സംസാരിച്ചത്? അപ്പായോട് സംസാരിച്ചിട്ട് 2 ദിവസമായി. എന്നിട്ട് അപ്പാക്ക് പരാതിയില്ല. നിന്നെ പെറ്റത് ഞാനാ, ആ മനുഷ്യനല്ല. അതെ അതെ, പെറ്റതിന് മാത്രമല്ലേ കണക്കുള്ളൂ. അമ്മ തൽക്കാലം ഫോൺ അപ്പാക്ക് കൊടുക്ക്. ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും വിളിക്കാം അമ്മയുടെ പരാതി കേൾക്കാൻ. നിന്നെ ഞാൻ ഉപേക്ഷിക്കാൻ പോകുക. പകരം സ്നേഹമുള്ള വേറൊരു മോനെ ഞാൻ ദത്തെടുക്കും. ഓടിച്ചല്ലേ, ഇപ്പോൾ തന്നെ കിട്ടും. ദാ നിങ്ങളുടെ മാത്രം മകൻ. என்னடா கண்ணா அம்மாவோட வீണ്ടുம் சண்டை போட்டியா? ചുമ്മാ. அப்பா நல்லா இருக்குங்களா? நல்லா இருக்கே. நீ நல்லா இருக்கே என்று நான் கேட்க மாட்டேன். இப்போது உனக்கு கொஞ்சம் கஷ்டப்பட வேண்டிய நேரம். இந்த நேரம் உனக்கு 2 പോസിബിലിറ്റീസ് இருக்கு. ജയിക്കാനും തോൽക്കാനും. ബട്ട് 2 റിസൾട്ട് ചെയ്യുന്നത് നിന്റെ ഏതോ ഭാഗ്യം വന്നെത്തുന്നതിനാണ്. അപ്പായും അപ്പായുടെ ജ്യോതിഷവും ഒന്ന് പോയെ. ഞാൻ വിളിച്ചത് ഒരു ചിന്ന പെരിയ ഹെൽപ്പിനാണ്. വാട്ട് ഹെൽപ്പ്? മോനൂട്ട, ഇങ്ങനായാൽ എങ്ങനെ? 2 ദിവസമായിട്ട് നീ അനങ്ങുന്നില്ലല്ലോ. മാളത്തിൽ നിന്ന് പുറത്തു ചാടാറായില്ലേ? മനസ്സിൽ മുറപ്പെണ്ണെ, ഈയിടെയായിട്ട് ഈ പാട്ടിനോട് വല്ലാത്തൊരു പ്രണയമുണ്ടെന്ന് തോന്നുന്നല്ലോ. ഈ പാട്ടാണ് എന്നെ ഇപ്പോൾ നിയന്ത്രിക്കുന്നതെങ്കിൽ നിന്റെ ഊഹം ശരിയായിരിക്കാം മുറപ്പെണ്ണെ. പാട്ടിനോട് പ്രണയമായിക്കോ, പാട്ടാണല്ലോ നമ്മുടെ ശ്വാസം. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഈയിടെയായിട്ട് നീ വല്ലാണ്ട് തത്വങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ആണോ? കുറച്ചും കൂടെ പക്വതയോടെ പെരുമാറാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് നാഥ. അപ്പോൾ മെച്ചമുണ്ടല്ലേ? പിന്നെ അല്ല, എന്തിനാണാവോ ഇല്ലാത്ത പക്വത കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത്? ഞാൻ ഈ വർഷം ഡിഗ്രി കഴിയുമല്ലോ. കല്യാണമൊക്കെ കഴിക്കണ്ടേ? പക്വത ഉണ്ടെന്ന് കണ്ടാൽ അച്ഛനൊരു താല്പര്യമൊക്കെ തോന്നിയാലോ? അച്ഛന് താല്പര്യം തോന്നിയിട്ടും കാര്യമില്ല. എന്റെ സമ്മതം വേണമല്ലോ. നാഥൻ സമ്മതിക്കില്ലേ? ഇല്ല, എന്തൊക്കെ വന്നാലും ഞാൻ സമ്മതിക്കില്ല. പക്വത നിന്റെ സ്വഭാവത്തിൽ അതെനിക്കൊട്ടും പ്രതീക്ഷയില്ല. അതുകൊണ്ട് പ്രായത്തിലെങ്കിലും അത് വരട്ടെ. എന്നിട്ട് നമുക്ക് കല്യാണത്തെ പറ്റി ആലോചിക്കാട്ടോ. അതുവരെ എന്റെ മോള് പഠിക്കും. ഡിഗ്രി കഴിഞ്ഞ് ഞാൻ എന്ത് പഠിക്കാനാണ്? അയ്യോ, പഠിക്കാനാണോ ഇല്ലാത്തത്? എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതെല്ലാം പഠിച്ചിട്ട് നമുക്ക് കല്യാണം കഴിക്കാട്ടോ. എന്നാ പിന്നെ ഞാൻ പോയി പഠിക്കട്ടെ. എന്നാൽ ആയിക്കോട്ടെ. നാഥ, ഐ ഹേറ്റ് യു. ലവ് യു ടു. മുഖമാമിൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു. പാർക്ക, only 5 minutes. Get ready. Sir, എടോ 5 മിനിറ്റ്. സർ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 20 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ ഇത് എങ്ങോട്ടാ പോകുന്നേ? ബോറടിക്കുന്നോ? ആ പ്രേതാലയത്തിൽ കഴിയാൻ തുടങ്ങിയ ശേഷം ബോർ എന്ന് പറയുന്നത് എന്താണെന്ന് പോലും എനിക്കറിയില്ല. ആ വീട് തന്നിൽ അത്രയും മാറ്റം ഉണ്ടാക്കിയെന്ന് സമ്മതിച്ചേ. സമ്മതിക്കാതെ നിവർത്തിയില്ലല്ലോ. സർ, ഇത് പറ, നമ്മൾ ഇത് എങ്ങോട്ടാ പോകുന്നത്? പാർട്ടാ, ഞാനൊരു കഥ ചൊല്ലട്ടുമാ? ഞാൻ ചോദിച്ചതിന് മറുപടി തരില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ചൊല്ല്.
കഥയെങ്കിൽ കഥ. ഒരിടത്തൊരിടത്ത് ഒരമ്മയുണ്ടായിരുന്നു. ആ അമ്മയ്ക്ക് 2 കുഞ്ഞുങ്ങൾ. മൂത്തയാൾക്ക് 6 വയസ്സും ഇളയാൾക്ക് 3 മാസം പ്രായമുള്ളപ്പോൾ ആ അമ്മ ഒരു കാര്യം ചെയ്തു. ഒരു ദിവസം രാത്രിയിൽ ഒരു ഓർഫണേജിന്റെ വരാന്തയിൽ ആ പിഞ്ചു കുഞ്ഞിനെ കിടത്തിയിട്ട് കുഞ്ഞിനെ നോക്കിക്കൊള്ളണം, അമ്മ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പൊടിക്കുഞ്ഞിനെ മൂത്ത കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് ആ അമ്മ പോയി. അമ്മ പറഞ്ഞതുപോലെ മൂത്ത കുട്ടി ഇളയ കുട്ടിയെ നോക്കിയിരുന്നു നേരം വെളുക്കുന്നവരെ. രാവിലെ ഓർഫനേജിലെ സിസ്റ്റേഴ്സ് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, മൂത്ത കുഞ്ഞ് ഇളയതിനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. അത് കരയാതിരിക്കാൻ എല്ലാവരും ഇളയ കുഞ്ഞിനെ മൂത്തതിൽ നിന്ന് അടർത്തി മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ മൂത്ത കുട്ടി സമ്മതിച്ചില്ല. അമ്മ വരും, അത് മാത്രമാണ് ആ കുട്ടി പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് ആ ഓർഫനേജിലെ മദർ സുപ്പീരിയർ മൂത്ത കുഞ്ഞിനെ അനുനയിപ്പിച്ച് ഇളയ കുഞ്ഞിനെ വാങ്ങി. അന്നു മുതൽ ആ 2 കുഞ്ഞുങ്ങളും ആ ഓർഫനേജിന്റെ ഭാഗമായി. മൂത്ത കുട്ടി 3 മാസം വരെയും അവരുടെ അമ്മയ്ക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരുന്നു. പതിയെ ആ സത്യം കുട്ടി മനസ്സിലാക്കി, അനാഥത്വം അവർക്ക് അന്യമല്ലെന്ന്. പിന്നീട് മൂത്തതിന് ഇളയ കുട്ടി മാത്രമായിരുന്നു ലോകം. അവിടുത്തെ മദർ സുപ്പീരിയർ ഒഴികെ മറ്റാരെയും അവരുടെ അടുത്തേക്ക് അടുപ്പിക്കില്ലായിരുന്നു മൂത്ത കുട്ടി. ഇളയ കുട്ടി ആരോടും കൂട്ടുകൂടാനും സമ്മതിക്കില്ല, മൂത്തത് മറ്റാരോടും കൂട്ടുപിടിക്കത്തുമില്ല. അങ്ങനെ ഇരിക്കെ ഒരു അപ്രതീക്ഷിത അതിഥി അവരുടെ ഇടയിലേക്ക് വന്നു. ഇളയ കുട്ടി ആ അതിഥിയുമായി അടുക്കാൻ തുടങ്ങി. മൂത്ത കുട്ടിക്ക് ഇത് ഇഷ്ടമാകൂ. ആ കുട്ടി അവരെ 2 പേരെ അകറ്റാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ ഒന്നും വിജയം കണ്ടില്ല. ഇളയ കുട്ടിക്ക് ആ അതിഥി ഇല്ലാതെ പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ മൂത്ത കുട്ടി ഇളയ കുട്ടിക്ക് വേണ്ടി വാശി ഉപേക്ഷിച്ചു. മൂത്ത കുട്ടി അവരുടെ ലോകത്തിലേക്ക് ആ അതിഥിയെ ഉൾപ്പെടുത്തി. പിന്നീട് അവർ 3 പേരുമായിരുന്നു. മൂത്ത കുട്ടി മറ്റു 2 പേരെ ഒരുപോലെ കൊണ്ടു നടന്നു, സ്നേഹിച്ചു. മൂത്ത കുട്ടിക്ക് 18 വയസ്സ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ മദർ സുപ്പീരിയറിന് ഒരു കത്തും എഴുതി വെച്ചിട്ട് 2 കുട്ടികളെയും കൂട്ടി മൂത്ത കുട്ടി ഓർഫനേജിന്റെ പടിയിറങ്ങി. എന്നിട്ട് ബാക്കി പറ സർ. താൻ ഏതെങ്കിലും കാർ റേസിന് പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. എന്നാൽ മുറുക്കെ പിടിച്ചിരുന്നോ? എന്താ സർ? എടോ പിടിച്ചിരുന്നോണേ. താൻ പുകച്ചു പുറത്തു ചാടിക്കുക എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട് സർ. എന്നാൽ ഇപ്പോൾ കാണുകയും കൂടെ ചെയ്തു. മതി ടോം ആൻഡ് ജെറി പ്ലേ. ഇനി നേരിട്ടാകാം, അതാ എനിക്കിഷ്ടം. നിന്നെ ആർക്ക് കാണണം? അങ്ങോട്ട് ഇറക്കടാ, കാണട്ടെ ഞാൻ നിന്റെ ഗോഡ് മദറിനെ. ചേച്ചി, ഇവിടുത്തെ ചുവരുകൾക്ക് പോലും കാതുകളുണ്ട്.
നിനക്കൊന്നും അറിയില്ല, ഒന്നും. നീ ഇവിടെ വന്നതിൻ്റെ കാരണം നിനക്കറിയാമല്ലോ. അതിൽ കൂടുതൽ നിനക്കൊന്നും പറയാനില്ല. അവരെന്നെ കൊല്ലുമെന്ന് പറഞ്ഞാലും നീ കുലുങ്ങരുത്. ഇത്രയും നമ്മൾ കൊണ്ടെത്തിച്ചത് അവസാനം കലമുടയ്ക്കാനല്ല. അവർക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എനിക്ക് നീയേ ഉള്ളൂ. നീയായിട്ടെന്നെ തോൽപ്പിക്കരുത്. രണ്ടുപേരും കൂടെ ഗൂഢാലോചനയായിരിക്കും അടുത്തത് ഞങ്ങളെ കൊല്ലാൻ. ഇവരെ കണ്ടാൽ പറയൂ സർ, 5 പേരെ കൊന്നിട്ടിരിക്കുവാണെന്ന്. രണ്ടും ഇരിക്കുന്ന ഇരിപ്പ് നോക്ക്. പാർത്ത, എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? ആഹാ, നിനക്ക് ശബ്ദമൊക്കെ ഉണ്ടായിരുന്നോ? ഇങ്ങോട്ട് വാടാ. ഹലോ കുലർ, രോഹിത്തിന്റെ കേസ്. ഹേയ്, ആരോടാ ഞാൻ? പൊന്നനിയന്റെ കയ്യിൽ എനിക്ക് വേണ്ടി ദൂത് അയക്കണമെങ്കിൽ എന്നെ അറിയാതെ പറ്റില്ലല്ലോ. അമേറാക് വേദ, ഓ സോറി, ആത്മവേദ. നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു കണ്ടുമുട്ടൽ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലേ വേദ? സോറി, ആത്മവേദ. എന്തു ചെയ്യാൻ, ഈ ഒരു നിമിഷം ഞാൻ വല്ലാണ്ട് ആഗ്രഹിച്ചു പോയി. ആഗ്രഹിച്ചാൽ പിന്നെ എനിക്ക് വേണം. അങ്ങനെ തന്നെയല്ലേ വേണ്ടത് വേദ? സോറി, ആത്മവേദ. ആത്മവേദ. അവളുടെ പേര് വേദ എന്നായിരുന്നു. അവളുടെ അമ്മ ഇട്ട പേരായിരുന്നതുകൊണ്ട് അവൾക്കത് വേണ്ടാന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ ഞാനാണ് അവൾക്ക് ആത്മവേദ എന്ന പേര് മാറ്റിയിട്ടത്. അവൾക്ക് വേദ എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ടോം ആൻഡ് ജെറി കളി ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി നമുക്ക് നേർക്ക് നേരാകാം. സെറിയാന വിളയാട്ടെ ആരംഭിക്കണം. തനിക്കൊരു ഗിഫ്റ്റ് ഉണ്ട് എന്റെ വക. ആ അമ്മ ഇപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ മകൾക്ക് വേണ്ടി. ആ അനാഥാലയത്തിലെ കുട്ടികളെ സ്നേഹം കൊണ്ട് പുണരാൻ തന്റെ പ്രിയപ്പെട്ട ആത്മവേദ വരുമെന്ന് ആ സാധു സ്ത്രീ ഇപ്പോഴും വിശ്വസിക്കുന്നു. എല്ലാവർക്കും ആത്മവേദ മരിച്ചു കാണും, പക്ഷേ ആ വളർത്തമ്മയുടെ മനസ്സിൽ ഇന്നും ആത്മവേദ ജീവനോടെ ഉണ്ട്. അവരിനി എത്ര നാൾ കാത്തിരിക്കണം ഈ മരിച്ചുപോയ ആത്മവേദയ്ക്ക് വേണ്ടി? ആത്മവേദ കരയാറില്ല. സങ്കടങ്ങൾ അവൾക്ക് മുന്നോട്ട് പോകാനുള്ള ഇന്ധനം മാത്രം. ആ അമ്മ പറഞ്ഞതാ, നിന്റെ പ്രതികാരദാഹം ശമിച്ചില്ലേ? ഇനിയെങ്കിലും ആ ഉള്ളിലുള്ള ഭാരം ഇറക്കി വെച്ചൂടെ? ലെറ്റ് ഇറ്റ് ഡൗൺ ആത്മവേദ. ഇവിടം വിട്ടു കഴിഞ്ഞാൽ നിനക്ക് അതിനുള്ള അവസരമില്ല. സർ, അവരെന്തിനാ അലർന്നേ? പ്രസവ വേദന. പ്രസവ വേദനയോ? താൻ ഇങ്ങോട്ട് വാടോ. ഈ പെണ്ണ് ഇതെന്തുദ്ദേശത്തിലാ? ഇന്ന് ഞാൻ അവളെ... ചേച്ചി, ഇതാ പാല്. പിന്നെ വീടിന്റെ വാടക കഴിഞ്ഞ മാസത്തെയും ഈ മാസത്തെയും എത്രയും പെട്ടെന്ന് കൊടുക്കണമെന്ന് മഞ്ജു ചേച്ചി പറഞ്ഞു. എനിക്ക് ഓർമ്മയുണ്ട്. 2 ദിവസത്തിനുള്ളിൽ അത് ശരിയാക്കാം. ചേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ. 3 മാസം കൂടി കഴിയുമ്പോൾ ഞാൻ +2 കഴിയുമല്ലോ. അന്നേരം ഞാനും ചെറിയ ജോലികൾ... ഹരി, എവിടെയെങ്കിലും അടിമവേല ചെയ്യിപ്പിച്ച് കാശുണ്ടാക്കാനല്ല നിങ്ങളെ രണ്ടിനെയും കൂട്ടി ഞാൻ ഓർഫണേജിൽ നിന്ന് ഇറങ്ങിയത്. സോറി ചേച്ചി. ഹരി മോനെ, ചേച്ചിയെ നോക്ക്. ഞാൻ ഈ കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും എനിക്ക് സന്തോഷമേ ഉള്ളൂ. നീ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങും. അങ്ങനെ നീ ചേച്ചിയുടെ കഷ്ടപ്പാട് കുറയ്ക്കും. അല്ലാതെ ഈ ഭാരമെല്ലാം നിന്റെ തലയിലും കൂടെ ഞാൻ വെച്ച് തരുമെന്ന് നീ വിചാരിക്കണ്ട. ഓ കുട്ടിത്തേവാങ്ക്, ഇന്ന് ഞാൻ അവളെ... ചേച്ചി, ഞാൻ പോയി വിളിക്കാം. വേണ്ട, നീ പോയാൽ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയാം. നീ സ്കൂളിൽ പോകാൻ നോക്ക്. ബാഗ് റെഡിയാക്കി വെക്കും. ഞാൻ ചോറും വെള്ളവും ഡൈനിങ് ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ബിരിയാണി. ആമിയായിരുന്നു. എന്തേ പ്രതീക്ഷിച്ചില്ലേ? ആമി, സമയം എത്രയെന്ന് നീ കണ്ടോ? മോൾക്കിന്ന് സ്കൂളിൽ പോകാൻ ഉദ്ദേശമില്ലേ? ഇങ്ങനെ നടന്നോ നീ? അവനെ കണ്ടു പഠിക്ക്. ഓ തുടങ്ങി. അവനെ കണ്ട് പഠിച്ചാൽ ഞാനെങ്ങാനും നന്നായാൽ ആമി പിന്നെ ആരെ ഇതുപോലെ വഴക്ക് പറയും? അപ്പോൾ അവൻ ആമിയുടെ മിസ്റ്റർ പെർഫെക്റ്റും ഞാൻ ആമിയുടെ കുറുമ്പത്തി. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. കേട്ടോടി ചേച്ചി. പെണ്ണായാൽ കണ്ണിലുണ്ട് താളം, പെണ്ണിന്റെ നട്ടനട്ടയ്ക്ക് താളം. വേണി, ആമി, കുളിപ്പിക്കാമോ? എനിക്ക് ഒരു മടി. നിന്നെ ഞാൻ... ഹേ ടപ്പ് ടപ്പ് ആമി വെള്ളം കോരാൻ പോയപ്പോൾ അക്കരെ നിന്നൊരു സായിപ്പ്. നീ വെളിയിലോട്ട് വാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഒരേ ഒരു ആമി വില്ലാളി വീ. ചേച്ചി, കാലിനെന്ത് പറ്റി? ഞാൻ പോയി വിളിക്കാമെന്ന് പറഞ്ഞതല്ലേ? അങ്ങോട്ട് മാറി നിൽക്കണം. നീയാണ് അവളുടെ എല്ലാ തോന്നിവാസങ്ങൾക്കും വളം വെച്ച് കൊടുക്കുന്നത്. ഓ, ഇനി എന്നെ പറ. പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കടാ. വേണി വന്നിട്ട്... അവള് വന്നാലേ നിനക്ക് ഇറങ്ങത്തോളോ? അതല്ലേ ഞങ്ങളുടെ ശീലം. എന്തോ കാണിക്കും. ചേച്ചി സൂക്ഷിച്ച്. എന്നെ നോക്കാൻ എനിക്കറിയാം. ആമി, ആമി എന്നെ കൂടെ ഇതൊക്കെ പഠിപ്പിക്ക്. എന്നിട്ട് ഏതു നേരവും ഇതിന്റെയൊക്കെ പുറകെ നടന്ന് പഠിത്തത്തിൽ ഉഴപ്പാനല്ലേ? ചേച്ചി 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 ചേച്ചി, പോയി പഠിക്ക് വേണി. ബോറടിക്കുന്ന ആമി. 2 മാസം കൂടെ നിന്റെ മുൻപിലുള്ളൂ മോളെ. നിന്റെ വാശി കാരണം നിന്നെ ഒരു കോച്ചിങ്ങിന് പോലും വിടാതെ ഇവിടെ നിന്ന് പഠിക്കാൻ ഞാൻ സമ്മതിച്ചത്. എനിക്ക് നീയുള്ളപ്പോൾ മറ്റൊരു ഗൈഡിന്റെ ആവശ്യം എന്താണ് ചേച്ചി പെണ്ണെ? എന്നാലും ഒരു കോച്ചിങ് ആയിരുന്നു ബെറ്റർ ഓപ്ഷൻ. ആമിയുടെ എല്ലാ ആകുലതകളും ഞാൻ മാറ്റിത്തരും. ഹരി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ കാര്യത്തിൽ എനിക്ക് ഇത്രയും ടെൻഷൻ വരില്ലായിരുന്നു. എന്ത് ചെയ്യാനാ, ഞങ്ങൾക്ക് രണ്ടും 2 ഡ്രീം ആയി പോയില്ലേ. അവനെ അടുത്ത ഏതെങ്കിലും കോളേജിൽ വിട്ടാൽ മതിയായിരുന്നു. ചേച്ചി, നിനക്ക് ഞങ്ങൾ നല്ല നിലയിൽ എത്തുകയും വേണം, എന്നാൽ നിന്റെ കീഴിൽ നിന്ന് മാറാനും പാടില്ല. രണ്ടും കൂടെ എങ്ങനെ നടക്കും? ഏയ്, ഞാൻ ചുമ്മാ പറഞ്ഞതാ. നിങ്ങൾ നല്ല ഉയരങ്ങളിലെത്തണം, അത് മാത്രം മതി എനിക്ക്. ആമി എന്താ പത്തനംതിട്ടയിലെ ഏതോ സ്കൂളിൽ നിന്ന് വന്ന ഓഫർ സ്വീകരിക്കാഞ്ഞത്? ഞാനത് റിജക്റ്റ് ചെയ്തില്ലല്ലോ. അവർ 6 മാസം സാവകാശം തന്നിട്ടുണ്ട്. നിന്റെ എൻട്രൻസിന്റെ റിസൾട്ടൊക്കെ വന്നിട്ട് തീരുമാനിക്കാമെന്ന് വെച്ചു. നീ അത് ഉഴപ്പി വിട്ടാൽ അവര് വേറെ ആരെങ്കിലും വെച്ചാലോ? എനിക്ക് പറഞ്ഞിട്ടുള്ളയാണെങ്കിൽ എനിക്ക് തന്നെ കിട്ടും വേണി. നീ പോയി പഠിക്ക്. ഞാൻ വായിച്ചുകൊണ്ടിരുന്നത് കംപ്ലീറ്റ് ആക്കിയിട്ട് അങ്ങോട്ട് വരാം. നോ, നൗ ഇറ്റ്സ് ടൈം ഫോർ റിലാക്സേഷൻ. ആമി വായിക്കും. ആമി, നന്നായിട്ട് പഠിക്കണം. അറിയാൻ ചേച്ചി. ഇനി പുറകെ നടന്ന് അത് ചെയ് ഇത് ചെയ് എന്ന് പറയാൻ നീ കൂടെ ഇല്ലെന്ന്. ഇനി വേണിയെല്ലാം സ്വന്തമായി ചെയ്യണം, അല്ലേ? നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ എന്നെയോ ഹരിയോ വിളിച്ചു പറയണം. എന്തേ ആമിക്ക് മാത്രമേ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയത്തുള്ളൂ? ആ രക്തം തന്നെയല്ലേ എന്റെയും. ഞാനും ഒന്ന് നോക്കട്ടെ. ഐ ആം സൂൺ 19 ആമി. ഓ, എനിക്കറിയില്ലായിരുന്നു അത്. ഭക്ഷണം ശ്രദ്ധിച്ചോണം. അനാവശ്യമായ കൂട്ടുകെട്ട്, ചീത്ത ഭക്ഷണം രണ്ടും നമ്മളെ ഇല്ലാതാക്കും. അതുകൊണ്ട് അങ്ങനെയുള്ളത് അവോയ്ഡ് ചെയ്യുക. ശരി മാഡം.
ഇനി കൂടുതൽ നേരം നിന്നാൽ നീ ഇമോഷണൽ ആകില്ലായിരിക്കാം, പക്ഷെ ഞാനാകും. അപ്പോൾ ബൈ. ഒരു ഹഗ് താടി ചേച്ചി. ചെല്ല്. ഹരി എവിടെ? നിന്റെ ബാഗുകൾ വരാന്തയിലോട്ട് വെക്കാൻ പോയതാ. അപ്പോ ശരി. പിന്നെ ചേച്ചി, ആ പത്തനംതിട്ടയിൽ നിന്ന് വന്ന ഓഫറിന് ഞാനങ്ങ് റിപ്ലൈ കൊടുത്തു കേട്ടോ. 10 ദിവസം കൂടെ ഉള്ളൂ നിനക്ക് ജോയിൻ ചെയ്യാൻ. എല്ലാ സാധനങ്ങളും എടുത്ത് പെട്ടെന്ന് സ്ഥലം ഇടാൻ നോക്കിക്കോ. അപ്പോൾ ആത്മകഥ ടീച്ചർ, ആൾ ദ ബെസ്റ്റ്. ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും ഗായകനുമായിരുന്നു താൻസൻ. ഹിന്ദുസ്ഥാനി സംഗീതം അദ്ദേഹത്തെ സംഗീത സമ്രാട്ട് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബറുടെ ആസ്ഥാന ഗായകനായിരുന്നു താൻസൻ. താൻസൻ മേഘമൽഹാർ രാഗം പാടി മഴ പെയ്ച്ചതായും ദീപകരാഗം പാടി വിളക്ക് കത്തിച്ചതായും കഥകളുണ്ട്. മ്യൂസിക് ഗീവ്സ് എ സോൾ ടു ദ യൂണിവേഴ്സ്, വിങ്സ് ടു ദ മൈൻഡ്, ഫ്ലൈറ്റ് ടു ദ ഇമാജിനേഷൻ ആൻഡ് ലൈഫ് ടു എവറിത്തിങ്. പ്ലൂട്ടോയുടെ വാക്കുകളാണ്. നിങ്ങൾ ചുറ്റുമൊന്ന് ശ്രദ്ധിച്ചാൽ പോലും സംഗീതം അനുഭവിക്കാൻ കഴിയും. നിങ്ങളുടെ ഹൃദയമിടിപ്പിനും ഒരു താളമില്ലേ? ഈ പ്രപഞ്ചത്തിൻ്റെ ചലനം പോലും താളാധിഷ്ഠിതമാണ്. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഹലോ വേണി. ആമി, എങ്ങനെയുണ്ട് പുതിയ അന്തരീക്ഷം? കുഴപ്പമില്ല. നിനക്ക് സുഖമാണോ? ഇന്നലെ രാത്രി 9-നും ഇന്ന് ഉച്ച 1-നും ഇടയിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും എനിക്കുണ്ടായിട്ടില്ല. കേട്ടോ മിസ് ആത്മവേദ? ഓ ശരി, നീ കഴിച്ചോ? ഇല്ല, പോകുന്നേ ഉള്ളൂ. ആമി, എനിക്കൊരു ഫ്രണ്ടിനെ ഒത്തിട്ടുണ്ടേ. വേണി, ആളെ അങ്ങനെ പെട്ടെന്ന് കയറി വിശ്വസിക്കല്ലേ. ഇതത്ര പേടിക്കാനൊന്നുമില്ല ആമി. ആൾ ആക്ച്വലി മലയാളിയാ. പക്ഷെ അച്ഛനും അമ്മയും മിലിറ്ററി ഉദ്യോഗസ്ഥരായിരുന്നതുകൊണ്ട് പലയിടത്താണ് പഠിച്ചത്. അതുകൊണ്ട് മലയാളം അത്ര വെടിപ്പല്ല. എന്താ കുട്ടിയുടെ പേര്? സ്വർണ. ഒരു അനിയത്തിയും കൂടി ഉണ്ട്, ശ്രീധന്യ. ആമി, ഞാൻ രാത്രിയിൽ വിളിക്കാമേ. ചേച്ചി, ഹോസ്റ്റലിൽ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടാകാൻ? നിങ്ങൾ രണ്ടുമില്ലാതെ ഇനി സ്വർഗത്തിലാണെങ്കിലും എനിക്കൊരു സന്തോഷവും തോന്നില്ല. ചേച്ചി എത്ര ദിവസത്തേക്കാ ലീവ് എടുത്ത്? 5 ദിവസം. അവര് സമ്മതിച്ചോ? പക്ഷെ പിള്ളേര് ചേച്ചിയെ പ്രാകും. ചേച്ചിയുടെ പീരീഡ് മറ്റു സബ്ജക്ട് ടീച്ചേഴ്സ് കയറുമല്ലോ. നീ സ്റ്റഡി ലീവിന് വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേറൊന്നും നോക്കിയില്ല. ലീവും പറഞ്ഞ് ഇങ്ങ് പോരുന്നു. എന്നാലും മഞ്ജു ചേച്ചി വീട് തന്നല്ലേ? ഞാൻ കരുതി നമ്മൾ പോയ പിറകെ അവര് വേറെ വാടകക്കാരെ ഒപ്പിക്കുമെന്ന്. കാര്യം പൈസ കാര്യത്തിൽ അവർ കോംപ്രമൈസ് ചെയ്യില്ലെങ്കിലും നമ്മളെ അവർക്ക് കാര്യമാടാ. സ്നേഹമുണ്ട്. ചെന്ന് ചോദിച്ചപ്പോഴേ കീ എടുത്ത് തന്നു. ഇടയ്ക്കിടയ്ക്ക് നമ്മളിതുപോലെ വരുമായിരിക്കുമല്ലോ. അപ്പോൾ പുള്ളിക്കാരത്തെ കൂട്ടി വെച്ചേക്കാം. 30 ദിവസം തികയുമ്പോൾ 1 മാസത്തെ വാടക തന്നാൽ മതിയെന്ന് പറഞ്ഞു. എന്നാലും പൈസ വിട്ട് കളിയില്ല. എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയല്ലേ ഹരി? പാവം സ്ത്രീ ഭർത്താവില്ലാതെ അവരുടെ ഒരു പെൺകൊച്ചിനെ പഠിപ്പിച്ച് കെട്ടിച്ചു വിട്ടില്ലേ? ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ ഇപ്പോഴും അവർക്ക് കഴിയുന്നുണ്ടല്ലോ. ചേച്ചി, നിങ്ങള് ഒന്നും ഷെയർ ചെയ്യില്ലെന്നറിയാം, എന്നാലും ചോദിക്കുക. സ്കൂളിൽ നിന്ന് ചേച്ചിക്ക് മാസം എത്ര കിട്ടും? 25. എനിക്ക് ഹോസ്റ്റൽ ഫീസ് മാസം 10. എനിക്ക് പിന്നെ അതേ ഉള്ളൂ. പക്ഷെ വീണയുടെ കാര്യം അങ്ങനെ അല്ലല്ലോ. മെറിറ്റ് സീറ്റ് ആണെങ്കിലും നല്ല ചെലവല്ലേ? ചേച്ചി എങ്ങനെ? കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചറിൻ്റെ മോളെ വയലിൻ പഠിപ്പിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. മൺഡേ ടു ഫ്രൈഡേ. മാസം 5 തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ 2 മ്യൂസിക് അക്കാഡമിയിൽ ശനിയാഴ്ച ക്ലാസ് എടുക്കാൻ വിളിച്ചിട്ടുണ്ട്. ടൈം അഡ്ജസ്റ്റ് ചെയ്ത് 2 പോകണം. ഒരിടത്ത് 1000 മറ്റിടത്ത് 2000 ആണ് ഓരോ ക്ലാസ്സിനും പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ഒരു ഇൻസ്ട്രുമെൻറ്റിനാണ്. പതിയെ ബാക്കി ഇൻസ്ട്രുമെൻറ്റ്സും പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് സാലറി കൂട്ടിച്ചു നോക്കാം. പിന്നെ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന നില എത്തുമ്പോൾ കുറച്ച് മാറി വാടകയ്ക്കൊരു റൂമും ഒപ്പിച്ച് സ്വന്തമായിട്ടൊരു അക്കാഡമി നോക്കണം. അതിനിടയിൽ കൂടെ കിട്ടുന്ന ഓഫേഴ്സ് എല്ലാം സ്വീകരിക്കണം. ചേച്ചി ഇതെല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യും? നീഡ്സ് ഡ്രൈവ് മെൻ ടു ക്രിയേറ്റ് ന്യൂ തിങ്സ് ആസ് സാറ്റിസ്ഫൈങ് ഡിസയേഴ്സ് ഈസ് എ കീ ടു സർവൈവൽ. നിന്റെ ചോദ്യത്തിന് നീ തന്നെ ഉത്തരം കണ്ടെത്തും. കുറച്ചും കൂടെ കഴിയട്ടെ. ചേച്ചി, ലവ് യു. വേണിയാ? ഹരി, നീ എന്തിനാ എന്റെ
ചേച്ചിയുടെ മടിയിൽ കിടക്കുന്നേ? നിന്റെ ചേച്ചിയോ? അത് വർഷങ്ങൾക്ക് മുമ്പ് ഹരീഷ് വന്നതിന് ശേഷം ആത്മവേദയ്ക്ക് ഹരീഷ് കഴിഞ്ഞേ ഉള്ളൂ വേണി, അല്ലേ ചേച്ചി? അതെ, ജലസ് അടുപ്പിക്കാൻ നോക്കണ്ട, സക്സസ് ആവില്ല. എനിക്കറിയാം ആമി ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന്. ആഹാ, പോടാ, ഇന്നെന്താ സ്പെഷ്യല്? എന്റെ ഫേവറേറ്റ് കണവാത്തോരൻ. എന്നാ നീ ഒരു കാര്യം ചെയ്, നിനക്കും ആമയ്ക്ക് ഫുഡ് എടുത്ത് വെക്ക്. എനിക്കിന്ന് നിങ്ങൾ കഴിക്കുന്നത് കാണണം. ഞങ്ങളുടെ വയറ് ചീത്തയാക്കാന്? ചെല്ലടാ ഹരി. അവൻ പോയോ? പോയി. അവനെ മാറ്റാൻ വേണ്ടി നീ മനഃപൂർവ്വം ഇറക്കിയ നമ്പറാണെന്ന് മനസ്സിലായി. കാര്യം പറ. ഇന്ന് എന്റെ ഒരു സീനിയർ എന്നെ പ്രപ്പോസ് ചെയ്തു. എന്നിട്ട്? ഒച്ചയെടുത്ത് അവനെ അറിയിക്കാതെ. വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ അപ്പോഴേ റിജക്ട് ചെയ്തു, മാന്യമായ രീതിയിൽ തന്നെ. ആ പുള്ളി മലയാളിയാ, വലിയ വീട്ടിലെ പയ്യനാന്നാ സ്വർണ്ണ പറഞ്ഞത്. സാധാരണക്കാരിയായ എന്നെ, അതും ഒരു പരിചയവുമില്ലാതെ വന്ന് പ്രപ്പോസ് ചെയ്യണമെങ്കിൽ അവരുടെയൊക്കെ ഉദ്ദേശം നമുക്ക് ഊഹിക്കാലോ. നിനക്ക് ഇത്രയൊക്കെ ചിന്തിക്കാനുള്ള പക്വത ഉണ്ടായിരുന്നല്ലേ? ഇപ്പോൾ എനിക്ക് സമാധാനമായി. ഷേ, ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്. നീ ആ പയ്യന്റെ കണ്ണിൽപ്പെടാതെ നടക്കണം, കുറച്ച് നാളത്തേക്കെങ്കിലും. ആ പയ്യൻ വിട്ടെങ്കിൽ പ്രശ്നമില്ല, ഇല്ലെങ്കിൽ അത് ഞാൻ നോക്കിക്കോളാം ചേച്ചി. പിന്നെ ഹരിയുടെ ഈ കാര്യം പറയല്ലേ, അവൻ ടെൻഷനാകും. ഒന്നാമത് അവൻ എക്സാമാ. ഏയ് ഇല്ല. പിന്നെ നീ ഒറ്റയ്ക്കെങ്ങും പോകരുതേ. ഇല്ല. സംഗീതം അതേത് തരത്തിലുള്ളതായിക്കോട്ടെ, ഏറ്റവും പ്രധാനം അതിൻ്റെ താളം തന്നെയാണ്. ആലാപനമായാലും ഉപകരണ സംഗീതമായാലും താളമാണ് അടിസ്ഥാനം, മറ്റൊന്ന് ശ്രുതി. ഒരു മിനിറ്റ്, നിങ്ങൾ ഞാൻ പറഞ്ഞതൊക്കെ ഒന്ന് നോക്ക്. ഹലോ, ആരാ? Atma Chichi, it's me, Swarna. ആ പറഞ്ഞോ മോളെ. Chichi, Veni. അവൾക്കെന്ത് പറ്റി? Chichi, Shyam and his gang force her to say that she loves him in public, and the scene become worse. വേണി, അവൾ എവിടെ? She's in principal's room. Chichi, അവൾ വരുന്നു, ഞാൻ ഫോൺ കൊടുക്കാം. Veni, your sister. ഹലോ ആമി. മോളെ എന്താ അവിടെ? ഞാൻ വരണോ? ചേച്ചി വരാനും വേണ്ടി ഇവിടെ ഒന്നുമില്ല. പിന്നെ സ്വർണ്ണ പറഞ്ഞതോ? അവൾക്ക് വട്ട്. ഞാനും സ്വർണ്ണ വാഷ്റൂമിൽ പോകുമായിരുന്നു. അപ്പോൾ ആ എന്നെ പ്രപ്പോസ് ചെയ്തെന്ന് പറഞ്ഞില്ലേ ശ്യാം, പുള്ളിയും പുള്ളിയുടെ ടീമും എന്നെ അവളെ വളഞ്ഞു. ഞാൻ പബ്ലിക്കായിട്ട് അവനെ ഇഷ്ടമാണെന്ന് പറയണമെന്ന്. പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൻ എന്റെ കയ്യിൽ കയറി പിടിച്ചു. ഞാൻ അവനെ തള്ളി. അപ്പോൾ അവൻ എന്റെ മുടിക്ക് കയറി പിടിച്ചു. അപ്പോൾ ഞാൻ അവനെ തല്ലി. ആ സമയം പ്രിൻസിപ്പൾ കയറി വന്നു. ഞങ്ങളെ ഓഫീസിൽ വിളിപ്പിച്ചു. 15 ദിവസത്തേക്ക് അവർക്ക് സസ്പെൻഷൻ കൊടുത്തേക്കുവാ. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് 10 ദിവസത്തെ അവധിയല്ലേ? നീ ഇങ്ങ് പോരുമല്ലോ. അതുവരെയും നീ പുറത്തൊന്നും അധികം പോകരുത്. കോളേജിൽ പോകുക, പഠിക്കുക, ഹോസ്റ്റലിൽ കയറുക. എന്റെ ആമിക്ക് എന്നാ പേടിയൊക്കെ തുടങ്ങിയത്? നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരു പേടിയും വരില്ലായിരുന്നു. ഈ സ്വർണ്ണ. ആമി, ടെൻഷൻ വേണ്ട, ഐ ആം ഓക്കേ. സൂക്ഷിക്കണം. നിന്നോട് ആരാ ഈ രാത്രിയിൽ ഓട്ടോ പിടിക്കാൻ പറഞ്ഞത്? പിന്നെ ഞാൻ നടന്നു പോകണോ റെയിൽവേ സ്റ്റേഷനിലേക്ക്? നാളെ രാവിലെ ട്രെയിൻ കാണുമായിരുന്നല്ലോ. രാത്രി ആയാലും പകലായാലും ഓട്ടോ പിടിക്കണ്ടേ? ആ മനുഷ്യൻ എത്ര നേരമായി ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട്? 5 മിനിറ്റ് വെള്ളം വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതാ. നീ ഫോൺ വെക്കരുതേ. സ്റ്റേഷനിൽ എത്തും വരെ ഫോൺ വെക്കരുത്. ഹായ് വേണി, മോൾ എങ്ങോട്ടായി നേരത്ത്? ഹലോ വേണി. ഒറ്റയ്ക്കാണോ? കമ്പനി വേണോ? ശ്യാം, എന്റെ പേര് മാത്രം പഠിച്ചാൽ പോരല്ലോ. ബാക്കിയുള്ളവരുടെ പേരൂടെ പഠിച്ചാലല്ലേ അടുത്ത തവണ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റൂ. ഇത് രോഹിത്, ഇത് ശരവണൻ, ഇത് അമൻവീർ. വേണി, ഹലോ. ശ്യാം, എന്നെ വിട്ടേരെ. നിന്നെ വിടാനല്ല ഞങ്ങൾ എത്രയും കഷ്ടപ്പെട്ടത്. മോളെ വേണി. അണ്ണ, ചേട്ടാ. ഒരാളും വരില്ല. 3 seconds for you. Run as you can. വേണി. 1, 2, 3. വേണി മോളെ. ചേച്ചി. വേണി, നീ ചുറ്റും നോക്ക്. ഏതെങ്കിലും ഒരു വീട്. ഒന്നുമില്ല ചേച്ചി, ഞാനും അവരും മാത്രം. മോളെ തളരരുത്. നീ നോക്ക്. ഈശ്വര, ആരെയോ ഒന്ന്. ചേച്ചി, ട്രസ്റ്റ് മീ, യു ആർ ദ ബെസ്റ്റ്. ഒരമ്മയേക്കാൾ നന്നായി നീ എന്നെ അവനെ വളർത്തി. എനിക്ക് ഈ രാത്രി കഴിഞ്ഞാൽ എന്താകുമെന്ന് അറിയില്ല. ആവി, ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നീ നിനക്ക് വേണ്ടി ജീവിക്കുമെന്ന് നീ എനിക്ക് വാക്കുതാ. വേണി പ്ലീസ്,
നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല മോളെ. പ്ലീസ് നീ ഒന്ന് ചുറ്റും നോക്ക്. ആമി, I don't have any time. Promise me. സോറി, എൻ്റെ ഫ്രണ്ട്സ് വിജയത്തിൻ്റെ ലഹരിയിലായിപ്പോയി. അല്ലാതെ നിങ്ങളെ കളിയാക്കിയതല്ല കേട്ടോ. എന്ത് ചെയ്യാൻ, ഒരു സാക്ഷിമൊഴി പോലും ഇല്ലാതായി പോയില്ലേ. വെക്കുമ്പോൾ നല്ലൊരു വക്കീലിനെ വെക്കണ്ടേ? ഓ, അത് ഞാനങ്ങ് മറന്നു. അന്നന്ന് ഭക്ഷണത്തിന് വേണ്ടി തെണ്ടുന്ന നിങ്ങൾക്കൊക്കെ എവിടുന്ന പണം? മത്സരത്തിന് ഇറങ്ങുമ്പോൾ തരക്കാരുമായിട്ട് വേണം മത്സരിക്കാൻ, ഇല്ലെങ്കിൽ ഇതാകും ഫലം. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഒരു കാര്യം ഞാനങ്ങ് പറയാം. വേണിയെ കൊന്നത് അവർ 4 പേര് തന്നെ. കൊല്ലാനൊന്നും പ്ലാൻ ഇല്ലായിരുന്നു അത്രേ. വേണിക്ക് ഒരുപാട് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവന്മാർക്കെന്തായാലും അത് നല്ലൊരു രാത്രിയായിരുന്നു. നഷ്ടം എനിക്കായിപ്പോയി. ഞാൻ നാട്ടിലായിരുന്നു. എനിക്ക് പെണ്ണിനെയും കിട്ടിയില്ല, ബാധിച്ചതിൻ്റെ ഫീസും കിട്ടിയില്ല. ഫ്രണ്ട്സ് ആയിപ്പോയില്ലേ. ആ പോട്ടെ, നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ നമുക്ക് കിട്ടൂ. സത്യസന്ധമായി പറയുകയാണെങ്കിൽ വേണിയേക്കാൾ വേണിയുടെ ചേച്ചി കൊള്ളാം. എനിക്ക് വേണി തന്നെ വേണമെന്നില്ല. എന്നാലൊന്ന് തൊടടാ. നീ ആണാണെങ്കിൽ ഒന്ന് തൊട്ട് നോക്ക്. എൻ്റെ മുഖം നല്ലതുപോലെ നീ തലച്ചോറിൽ പതിപ്പിച്ചു വെച്ചോ. കാരണം ഇനി നീ എന്നെ ഓർക്കുമ്പോഴേക്കും നീ ഉയിരോടെ ഈ ലോകത്ത് കാണില്ല. നിന്റെ കൂട്ടുകാർ. നീയേ പെണ്ണ, വെറും പെണ്ണ്. സമയം കിട്ടുമ്പോൾ ആ പുരാണങ്ങളും ഇതിഹാസങ്ങളും എടുത്ത് വായിച്ചു നോക്ക്. അതിലും കാണാം നീ പറഞ്ഞ പെണ്ണിനെ. ചേച്ചി, നിന്നോടല്ലേ കരയരുതെന്ന് ഞാൻ പറഞ്ഞത്. അറിയാതെ പോലും ഒരു തുള്ളി കണ്ണീര് നിന്റെ ഉള്ളിലെ തീ അണയ്ക്കരുത്. നമുക്ക് കിട്ടാതെ പോയ നീതി അവർക്കും കിട്ടരുത്. നീ കളി കണ്ടാൽ മതി. ഇറങ്ങി കളിക്കാൻ പോകുന്നത് ഞാനാ. നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാം ചേച്ചി. പോകാം, പക്ഷേ ഇപ്പോഴല്ല. നീ ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയിട്ട് PGക്ക് ജോയിൻ ചെയ്യണം. നിന്റെ ഡ്രീം അച്ചീവ് ചെയ്യണം. ഞാൻ ജീവനോടുള്ളപ്പോൾ നിനക്കൊരു പോറൽ പോലും ഏൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ വേണിയെ എനിക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. നിന്റെ കാര്യത്തിലൊരു വീഴ്ച വരാൻ ഞാൻ സമ്മതിക്കില്ല. എൻജോയ് യുവർ ലൈഫ് ആസ് മച്ച് ആസ് യു വാണ്ട്. നിങ്ങളുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു.
ഈ ഭൂമിയിലുള്ള നിങ്ങളുടെ ജീവിതം ഇനി തീരുമാനിക്കുന്നത് കാലനല്ല, ആത്മവേദ. അപ്പോൾ സാറ് പറഞ്ഞ കഥയിലെ മൂത്ത കുട്ടി ആത്മവേദ, ഇളയ കുട്ടി ആത്മവേദയുടെ അനിയത്തി വേണി. അവരുടെ ഇടയിലേക്ക് അതിഥിയായി കടന്നു വന്ന് പിന്നെ സ്ഥിരതാമസമാക്കിയ ആളാണ് ഹരീഷ്. വേണിയെ കൊന്നവരോടുള്ള പ്രതികാരമാണ് നമ്മളെ ഇത്രയും അലച്ചത്. സർ, അപ്പോൾ സാറിന്റെ സ്വീറ്റ് സ്ട്രേഞ്ചർ? ഡെഫിനറ്റ്ലി ആത്മവേദ. അത് സാറിന് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? ഹരീഷ് ആയിക്കൂടെ? നമ്മളന്ന് ബാറിൽ വരുണിനെ കാണാൻ പോയില്ലേ? തനിക്ക് എന്നൊരു കോള് വന്ന് താൻ വെളിയിൽ പോയത് ഓർമ്മയുണ്ടോ? അന്ന് വരുൺ എന്നോടൊരു സംശയം പറഞ്ഞിരുന്നു. രോഹിത് മരിക്കുന്ന രാത്രി സ്ട്രേഞ്ചിന് ഡ്രിങ്ക്സ് കൊടുത്തത് വരുണായിരുന്നല്ലോ. അന്ന് ഓർഡർ ചെയ്തപ്പോൾ പതിഞ്ഞ സൗണ്ടിലാണ് പറഞ്ഞതെങ്കിലും സൗണ്ട് രീതി കേട്ടിട്ട് അത് സ്ത്രീ ആണോ എന്ന് വരുണൻ ഡൗട്ട് തോന്നിയിരുന്നെന്ന്. സാർ എന്താ ഈ വായി നോക്കി നിൽക്കുന്നത്? വേണി, അവർക്ക് എങ്ങനെ തോന്നിയെന്ന് ആലോചിച്ചതാ. പിയാനോ, വയലിൻ, ഗിത്താർ, ഇതാരാ ഇവിടെ ഇതൊക്കെ വായിക്കാൻ? ആത്മവേദ. പത്തനംതിട്ട ജില്ലയിലെ ഒരു സ്കൂളിൽ മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു ആത്മവേദ. ഈ 3 ഇൻസ്ട്രുമെന്റ്സ് അല്ല, 10ഓളം വെസ്റ്റേൺ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് അറിയാം ആത്മവേദയ്ക്ക്. വെസ്റ്റേൺ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് അവളുടെ കൈകള് നൃത്തം ചെയ്യും. സംഗീതം അവളുടെ വിരൽ തുമ്പുകളിലൂടെ ഒഴുകി നടക്കും. സർ, ആത്മവേദയുടെ പെർഫോമൻസിന്റെ വീഡിയോസ് എന്റെ ഫ്രണ്ട് വിഷ്ണു എനിക്ക് തന്നിരുന്നു. ഷീസ് എ മജീഷ്യൻ ഓൺ വെസ്റ്റേൺ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. അവളുടെ കൈകളുടെ വേഗത. സർ, പുള്ളിക്കാരത്തേക്ക് മാർക്കിടാനല്ല നമ്മളിവിടെ വന്നത്. ആളുകളുടെ കഴിവ് അംഗീകരിക്കാനും ഒരു മനസ്സ് വേണോടോ. അയ്യോ, ഞാൻ അംഗീകരിക്കുന്നു. 5 പേരെ ഇങ്ങനെ കൊല്ലുന്നത് ഒരു കഴിവ് തന്നെയാണേ. ഇതിപ്പോൾ ശരിക്കും അവരെ കൊന്നത് ആത്മവേദയാണോ ഹരീഷാണോ അതോ രണ്ടുപേരും ചേർന്നോ? ഒരു 99.999% ചാൻസ് ആത്മവേദ. അവളുടെ ഒരു സ്വഭാവത്തിന് ഹരീഷിനെ കളിക്കളത്തിലോട്ട് ഇറക്കാൻ ചാൻസ് ഇല്ല. പിന്നെ മെഡിക്കൽ ഇൻഫോർമേഷൻസ് വല്ലതും അവനിൽ നിന്ന്, അതും ഉറപ്പ് പറയാൻ കഴിയില്ല. കാരണം ഷീ വാട്ട് എ ബ്രില്യന്റ് ബ്രെയിൻ. പഠിച്ചിടത്തൊക്കെ ടോപ്പായിരുന്നു. അവരെ കുറിച്ചൊരു പുസ്തകം എഴുതാനുള്ള അറിവ് സാറിന് കിട്ടിയെന്ന് തോന്നുന്നല്ലോ. ഒരുപാട്. സർ, അല്ല, ആ പൊളിഞ്ഞു വീഴാറായ വീട്ടിൽ എന്ത് ധൈര്യത്തിൽ അവരെ ഒറ്റയ്ക്കാക്കിയിട്ട് പോരുന്നേ? കാര്യം അവർ രണ്ട് മുറിയിലാണെങ്കിലും തമ്മിൽ കോണ്ടാക്ട് ചെയ്തൂടെ? കെട്ടിയിട്ടിട്ട് പോലുമില്ല. അവർ ചാടിപ്പോകില്ല. കാരണം 1, നമ്മൾ അവരെ ഇട്ടിട്ട് പോയെന്ന് അവർ അറിഞ്ഞിട്ടില്ല. 2, ചാടിപ്പോയാൽ നമുക്ക് അവരെ പൂട്ടാനുള്ള സ്ട്രോങ് റീസൺ കിട്ടും. 3, അവർ തമ്മിൽ കോണ്ടാക്ട് ചെയ്യില്ല. ആത്മവേദയ്ക്ക് ഫോണില്ല. അവള് മിസ്സിംഗ് ആയ അന്നു മുതൽ. ഫോണില്ലാതെ എങ്ങനെ? അറിയാതെ പോലും ഹരീഷ് ഇതിൽ ഇൻവോൾവ് ആകരുതെന്നേ ആത്മവേദ ആഗ്രഹിക്കൂ. അവനിൽ ഒരു സംശയത്തിന്റെ നിഴൽ പോലും പതിയാൻ അവൾ അനുവദിക്കില്ല. ആൻഡ് ഷീ സക്സീഡഡ് ഇൻ ദാറ്റ്. വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്, സർ? തനിക്കത് ഇതുവരെ മനസ്സിലായില്ലേ? കുരങ്ങിന് പൊതിക്കാതൊരു തേങ്ങ കിട്ടിയാൽ എങ്ങനെ ഉണ്ടാകും? ആ അവസ്ഥയിലാണ് നമ്മളിപ്പോൾ. ആരാ കൊന്നത്, എന്തിനു കൊന്നു, എല്ലാം നമുക്കറിയാം. പക്ഷേ കൊലയാളിയെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം വി ഡോണ്ട് ഹാവ് മച്ച് എവിഡൻസസ്. ഇത്രയും കൊണ്ടെത്തിച്ചിട്ട് തോറ്റു കൊടുക്കാൻ മനസ്സില്ല. ഞാൻ ഈ വീട് അരിച്ചു പെറുക്കി നോക്കട്ടെ, എന്തെങ്കിലും തെളിവ് കിട്ടാതിരിക്കില്ല.
ടീച്ചർ, ഇവർ ഒരു വീട്ടിൽ നിന്നാണ് വരുന്നത്. ഇവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് ഇരുത്തുന്നതെന്ന് അറിയാം. ബട്ട് ഇറ്റ്സ് മൈ റിക്വസ്റ്റ്, ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് ഇരുത്താവൂ. വേണി, ഹരിയെ വിട്ടു പോകരുത്. വാഷ്റൂമിൽ പോകുമ്പോഴോ? ഡി, ചേച്ചി ചെല്ല്, ഞാൻ നോക്കിക്കോളാം അവളെ. മൈഥിലി, ഇതത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. എഴുതി പഠിച്ചാൽ റെഡിയാകും. വേണി, നീ മിണ്ടരുത്. നിനക്കെന്താടി എന്റെ സീറ്റിൽ കാര്യം? നിന്റെ ഡൗട്ട് ഹരിക്ക് മാത്രമേ തീർത്തു തരാൻ അറിയത്തോളോ? അവനെ പോലെ പഠിക്കുന്ന ഒരാളാ ഞാനും. എന്നോട് ചോദിച്ചാൽ എന്താ? അത് ഞാൻ നിന്റെ രോഗം എനിക്കറിയാം. വേണി, എല്ലാരും ശ്രദ്ധിക്കുന്നു. ഇനി മുതൽ ഹരിയെ കണ്ടാൽ നീ 10 അടി അകലം വിട്ടേ നടക്കാം. ഇല്ലെങ്കിൽ വേണി, വാ ഇങ്ങോട്ടും. അവളോട് അങ്ങനെ പെരുമാറിയതിനാകും ഈ ഷോ. അതവിടെ നിൽക്കട്ടെ. നീ എന്താ അവിടെ വെച്ച് കാണിച്ചേ? എന്ത് കിസ്സാണോ? ആദ്യമായിട്ടല്ലല്ലോ ഞാൻ നിന്നെ കിസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോഴെന്താ നിനക്കൊരു മനപ്രയാസം? നീ ആദ്യമായിട്ടല്ല കിസ് ചെയ്യുന്നേ. പക്ഷേ എന്നത്തെയും പോലൊരു കിസ്സായിട്ട് എനിക്കത് തോന്നിയില്ല. എന്താ വേണി, എന്താന്ന്? നിന്റെ തലയിൽ നീ ചിന്തിച്ചു കൂട്ടിയതൊക്കെ നേരം. എനിക്കിനി നിന്നെ വേറെ ഒരു ഫ്രണ്ടായിട്ട് കാണാൻ കഴിയില്ല. അത് ശരിയാകില്ല വേണി. വൈ? ചേച്ചി നമ്മളെ അങ്ങനെയല്ല കണ്ടിട്ടുള്ളത്. നീയോ ഹരി? ചേച്ചി എങ്ങനെ കണ്ടു അതെന്റെ വിഷയമല്ല. നിന്നെ ഒരു സഹോദരനായി കാണാൻ എനിക്ക് പറ്റില്ല. വേണിക്ക് ഹരി അല്ലാതെ മറ്റൊരാളെ സങ്കല്പിക്കാൻ കഴിയില്ല. അത് നിനക്ക് ഈ പ്രായത്തിൽ തോന്നുന്നതാ. അതൊക്കെ അങ്ങ് മാറും. നിനക്കിപ്പോൾ ലോകം ഞാനും ചേച്ചിയുമാണ്. നിന്റെ ലോകം ഇനി വികസിക്കും. അപ്പോൾ പുതിയ ആളുകളും കടന്നു വരും. അന്ന് നിനക്ക് ഞാനൊരു തടസ്സമാകും. നീ എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണോ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്? വേണി, ചേച്ചിക്ക് നമ്മളിൽ ഒരു വിശ്വാസമുണ്ട്. അത് തകർക്കരുത്. ചേച്ചിയെ വിട് ഹരി. നീ നിന്റെ കാര്യം പറ. നിനക്കെന്നെ റീപ്ലേസ് ചെയ്യാൻ കഴിയുമോ? ദാ ബെല്ലടിച്ചു. നീ വാ. ലേറ്റ് ആയാൽ ടീച്ചർ വഴക്കു പറയും. ഹരി, ഒരിക്കലും നമ്മുടെ മനസാക്ഷിയെ വഞ്ചിക്കരുതെന്ന് ചേച്ചി പറഞ്ഞത് മറന്നോ? നിന്നെ തെറ്റിൽ നിന്ന് ശരിയിലേക്ക് നയിക്കണമെന്ന് ചേച്ചി പറഞ്ഞതേ എനിക്കിപ്പോൾ ഓർമ്മയുള്ളൂ. ചേച്ചി, നന്നായിട്ട് പഠിക്കണം. നീ ഞാൻ വരണ്ടെന്ന് വാശി പിടിച്ചോണ്ടാ. ഇല്ലായിരുന്നെങ്കിൽ അഡ്മിഷൻ എടുത്തപ്പോൾ ചേച്ചി വന്നേയല്ലേ. എല്ലാം കണ്ടു ബോധിച്ച് സാധനങ്ങൾ ഹോസ്റ്റലിൽ വെച്ചു. മറ്റന്നാൾ ക്ലാസ് തുടങ്ങുന്നെന്ന് പറഞ്ഞ് നഴ്സറി കുട്ടി അല്ലല്ലോ ഞാൻ. ഫസ്റ്റ് ഡേ ഗാർഡിയനെയും കൂട്ടി വരാൻ ഞാൻ പൊക്കോളാം. എന്നാ സമയം കളയണ്ട. വേണി ഇവിടെ? നീ പോകുന്നതിൻ്റെയാ. രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് കയറി ഇരിപ്പായതാ. ഇതുവരെ മുറിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഞാൻ അവളോട് പറഞ്ഞിട്ട് വരാം. നീ എന്താ റൂമിന് വെളിയിൽ ഇറങ്ങാത്തത്? വേണി, ഇങ്ങോട്ട് നോക്ക്. ഞാൻ പോകുമ്പോൾ ഇങ്ങനെ മുഖം കെട്ടി വെക്കാതെ. നീ ലോകം വികസിപ്പിക്കാൻ പോകുമല്ലേ? ഇനി എന്നെ വേണ്ടായിരിക്കും. ഞാൻ പറഞ്ഞതൊന്നും നീ മറന്നിട്ടില്ലേ? എന്റെ ലോകം കുഞ്ഞതാ വേണി. അതൊരിക്കലും വികസിക്കില്ല. എന്നാൽ എന്തിനാ എന്നെ വിട്ടു പോകുന്നേ? നിന്റെ കുഞ്ഞിലെ മുതലുള്ള ആഗ്രഹമല്ലേ ഡോക്ടർ ആകണമെന്ന്. ഞാനും കൂടെ അങ്ങനെ ആഗ്രഹിച്ചാൽ ചേച്ചിയെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ലടി. ഹരി, നീ ബഹളം വെച്ച് ചേച്ചി അറിയിക്കല്ലേ. ഞാനും ഡോക്ടർ ആകണമെന്ന് പറഞ്ഞാൽ ചേച്ചി എന്ത് വില കൊടുത്തും അത് നടത്തിത്തരും. നമുക്ക് വേണ്ടി ചേച്ചി സ്വപ്നം കാണുന്നത് പോലും വേണ്ടാന്ന് വെച്ചു. ചേച്ചിയുടെ ഭാരം ഞാൻ കാരണം അല്പമെങ്കിലും കുറയുമെങ്കിൽ. ഹരി, പ്രോമിസ് നീ ഒരിക്കലും ഈ കാര്യം ചേച്ചിയോട് പറയില്ലെന്ന്. പ്രോമിസ്. ഞാൻ പോകുക. ഒരു ഗുഡ് ബൈ കിസ് താടി. ഓ, കിസ് ചെയ്താൽ വേറെ അർത്ഥമായാലോ? ഹരി, വേണി,
സാധനങ്ങൾ ഞാൻ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് അകത്തേക്ക് പ്രവേശനമില്ലല്ലോ. ഹരി, ചേച്ചിയുടെ ആ ജോബ് ഓഫർ ഞാനാണ് റിപ്ലൈ കൊടുത്തത്. നീ ചേച്ചി ഒന്ന് കൺവിൻസ് ചെയ്യിക്കണേ. അത് ഞാൻ നോക്കിക്കോളാം. നിനക്കെന്ന് തിരിച്ചു പോകേണ്ടത് 4 ദിവസം കഴിഞ്ഞു. അപ്പോൾ ശരി. ഇനി എന്നാണ് കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ലീവ് കിട്ടുന്നത് പാടായിരിക്കും അല്ലേ? നോക്കാം. ചേച്ചിക്ക് ടെൻഷൻ കൊടുക്കരുത്. നന്നായിട്ട് പഠിച്ചോണം. എല്ലാം നോക്കി പറഞ്ഞു തരാൻ പണ്ടത്തെ പോലെ ചേച്ചി കൂടെയില്ല. ഹരി, ഞാനെന്ന് പറഞ്ഞത് തമാശയല്ല. നിന്നെ ഞാൻ നിർബന്ധിക്കുമല്ല. പക്ഷേ നീ ചേച്ചിയുടെ പേര് പറഞ്ഞ് നിന്റെ ഇഷ്ടങ്ങൾ സാക്രിഫൈസ് ചെയ്യരുത്. ചേച്ചി അത് ആഗ്രഹിക്കുന്നില്ല. നമുക്ക് വേണ്ടി ഇഷ്ടങ്ങൾ മാറ്റിവെച്ചിട്ടേ ഉള്ളൂ ചേച്ചി. ആ ചേച്ചിക്ക് നമ്മളെ മനസ്സിലാകും. ഒരിക്കൽ എനിക്ക് വേണ്ടി നിന്റെ കാര്യത്തിൽ വാശി ഉപേക്ഷിച്ചോളാം ചേച്ചി. അത് നീ മറക്കരുത്. ഒരു കുഞ്ഞിഷ്ടമെങ്കിലും എന്നോട് കാണാതിരിക്കില്ല നിനക്ക്. അതെനിക്ക് ഉറപ്പാ. എന്നോടുള്ള നിന്റെ ഇഷ്ടം നീ തിരിച്ചറിയും. ഹരി, അന്ന് നീ ഒന്നിന്റെ പേരിലും അത് തള്ളിക്കളയരുത്. പോട്ടെ, ബൈ. വേണി, ചേച്ചി നിനക്ക് വേണ്ടി കണ്ടെത്തുന്ന ഓരോ രൂപയ്ക്കും നീ മൂല്യമുണ്ടെന്ന് തെളിയിക്ക്. 5 വർഷം കൊണ്ട് ഒരു ഡോക്ടർ ആകാനല്ല, ദ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് അവാർഡ് നീ വാങ്ങുന്നത് ചേച്ചി കാണണം. അന്ന് നിനക്ക് ഞാൻ എന്റെ ഹൃദയം തുറന്ന് കാണിച്ചു തരും. ശരിക്കും? 5 വർഷത്തിനിടയിൽ ഏതെങ്കിലും വ്യക്തി നിന്നെ അപ്രോച്ച് ചെയ്താൽ നിനക്ക് എന്നെ ഓർക്കാനുള്ള മുദ്ര. നിന്നേക്കാൾ മുൻപ് നമ്മുടെ ഇടയിലെ സ്നേഹം മറ്റൊന്നാണെന്ന് തിരിച്ചറിഞ്ഞത് ഞാനാ. അനാഥത്വം എന്റെ ജീവിതത്തിൽ ഇരുണ്ട് കയറിയപ്പോൾ അവിടെ പ്രകാശമായത് നീയാണ്. അമ്മയെ പോലെ സ്നേഹിക്കാൻ എനിക്കൊരു ചേച്ചിയെ തന്നത് നീയാണ്. നീ അല്ലാതെ മറ്റാരെയും വേണ്ടി ഞാൻ സ്നേഹിക്കേണ്ടത്? ഹൃദയം പോലെ നീ എനിക്കൊരു ചാൻസ് താ, ഞാൻ തുറന്ന് കാണിക്കും. ओरे पिया, ओरे पिया, ओरे पिया, ओरे पिया, ओरे पिया, ओरे पिया. ഇതെന്താ സാധനം? ഇതാ പയ്യൻ എന്തോ കുത്തിക്കുറിച്ച് വെച്ചേക്കുന്നതാ. ലവ് എന്നോ പൂവെന്നോ പൂമ്പൊടി എന്നോ നല്ല ഭാഷയുണ്ട്. അത് വിട്, സാർ ഇങ്ങോട്ട് വന്നേ. എന്താടോ? ഈ റൂം നോക്കിക്കേ. എന്തൊക്കെയോ പരീക്ഷണങ്ങൾ നടന്ന പോലെയില്ലേ? കുറെ സൊല്യൂഷൻസ്, കുപ്പി, പാട്ട. ഇതൊക്കെ ടെസ്റ്റിന് അയച്ചാൽ എന്തെങ്കിലും പ്രയോജനമുള്ളത് നമുക്ക് കിട്ടാതിരിക്കില്ല. പാർത്ത, ഒരു കാര്യം പറഞ്ഞാൽ താൻ ഞെട്ടരുത്. ഹരീഷ് എന്താ ചെയ്യുന്നതെന്ന് തനിക്കറിയാമോ? അവൻ റിപ്പോർട്ടർ അല്ലെന്നറിയാം. അവൻ ബയോടെക്നോളജി PG കഴിഞ്ഞ് ഇപ്പോൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മോളിക്കുലാർ ബയോളജി, ആൻഡ് ഹീസ് ഇൻ ദ ലാസ്റ്റ് സ്റ്റേജസ്. സർ, അവന്റെ പരിപാടി ഇതാണല്ലോ. എന്തിനോ വേണ്ടിയുള്ള മെഡിസിൻ പ്രിപ്പയർ ചെയ്ത് സ്റ്റഡി നടത്തുകയാണ്. അവന്റെ ഗൈഡ് PGക്ക് അവനെ പഠിപ്പിച്ച ആൾ തന്നെയാണ്. സോ അവൻ അദ്ദേഹം ഫുൾ ഫ്രീഡം കൊടുത്തിരിക്കുകയാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് റിസർച്ചുമായി ബന്ധപ്പെട്ട് ചെന്നൈയിൽ വരാറുമുണ്ട്. അക്കോർഡിംഗ് ടു ദ റെക്കോർഡ്സ് നമ്മൾ അവനെ കണ്ടില്ലേ? അന്ന് അവൻ CDTയിൽ പോയതാണ് അവൻ പുതുതായി പ്രിപ്പയർ ചെയ്ത ഡ്രഗ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ. ഇപ്പോൾ മനസ്സിലായോ അവൻ എന്താ ഫേക്ക് ID ഉപയോഗിക്കാഞ്ഞതെന്ന്? അവൻ അതിന്റെ ആവശ്യമില്ല. അവൻ ഈ സീനിലേ ഇല്ല സാരഥി. അവൻ ഈ പരീക്ഷിച്ചു കൂട്ടിയ സാധനങ്ങൾ പുറത്തു പോകുകയും ആളുകളിൽ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്താൽ അവനെ തൂക്കാൻ നമുക്ക് കഴിയും. അതർവൈസ് ഇറ്റ്സ് പാർട്ട് ഓഫ് ഹിസ് റിസർച്ച്. സോ നോ ആക്ഷൻ. സർ, അപ്പോൾ നമ്മൾ ഇത്രയും ഓടിയത്? ആത്മവേദയെ കുറിക്കാൻ ഒരു വഴിയുമില്ലേ? ജിക്സോ പസിലില്ലേ? ശരിക്കും പറഞ്ഞാൽ ആ പസിൽ ഗെയിം പോലെ കുറെ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. പക്ഷേ കോടതിക്ക് അത് പോരല്ലോ, തെളിവുകൾ വേണ്ടേ? സംശയത്തിന്റെ ആനുകൂല്യം എപ്പോഴും പ്രതിക്കാണ്. സോ
അവൾ ഈസിയായിട്ട് ഇറങ്ങിപ്പോരും. അവർ കുറ്റസമ്മതം നടത്തിയാൽ അവരോ? തോന്നുന്നുണ്ടോ തനിക്ക്? ഹരീഷ് പോലും വാ തുറക്കില്ല. കാരണം അവൾക്കറിയാം അവരെ പൂട്ടാനുള്ള ലോക്ക് നമുക്ക് കിട്ടില്ലെന്ന്. ഇനി ദേഹോപദ്രവം ചെയ്യാമെന്ന് വെച്ചാൽ മാനസികമായി പണ്ടേ ചത്തവർക്ക് ദേഹത്തിന് ഏൽക്കുന്നതൊന്നും വേദനയായി തോന്നില്ല. സർ, നമ്മൾ പറയുമല്ലോ ഏതൊരു കേസിലും ദൈവം നമുക്കായി ദൈവത്തിന്റെ ഫിംഗർ പ്രിന്റ് അവശേഷിപ്പിക്കുമെന്ന്. നമുക്ക് അതുമില്ലേ? ഉണ്ടായിരുന്നത് കൊണ്ടാണോ നമ്മൾ ഇവിടെ വരെ എത്തിയത്? പക്ഷേ ഈ കാര്യത്തിൽ ദൈവം കൂടുതലും അവരുടെ കൂടെ. എനിക്ക് എത്ര ആലോചിച്ചിട്ടും ഒരു കാര്യം മാത്രം അങ്ങോട്ട് സിങ്ക് ആകുന്നില്ല. ആത്മവേദയാണ് യഥാർത്ഥ കുറ്റവാളിയെങ്കിൽ ഹരീഷ് എന്തിനും നമ്മുടെ പുറകെ വന്നു? ഒരുപക്ഷെ അവൻ വീട്ടിൽ കുത്തിയിരുന്നായിരുന്നെങ്കിൽ നമ്മൾ ഇതൊന്നും കണ്ടെത്തില്ലായിരുന്നു. ആത്മവേദ അറിഞ്ഞുകൊണ്ട് എന്തിനാ അവനെ അങ്ങനെ ഇറക്കി കളിച്ചു എന്ന് ശരിക്കും എനിക്കും മനസ്സിലാകുന്നില്ല. കറക്റ്റ് ആൻസറിന് അവരോട് തന്നെ ചോദിക്കുന്നതാവും ബെറ്റർ. പക്ഷെ കൊന്നതേ അവരത് സമ്മതിക്കില്ല. അപ്പോഴാ ഇത്. പിന്നെ ഞാൻ ആലോചിച്ചിട്ട് 2-3 പോസിബിലിറ്റീസിനെ ചാൻസ് ഉള്ളൂ. ഒന്ന്, ഒരിക്കലും അവരിലേക്ക് എത്തില്ല എന്ന ഓവർ കോൺഫിഡൻസ്. 2, നമുക്കൊരു ചലഞ്ച് തരിക, മിടുക്കുണ്ടെങ്കിൽ കണ്ടെത്താൻ. 3, അവരിത്രയും വലിയ വീരകൃത്യം ചെയ്തിട്ട് ആരെങ്കിലും ഒക്കെ അറിയണ്ടേ? സാർ എങ്ങോട്ടൊന്ന് നോക്കിക്കേ. 3 ദിവസമായി അവരിവിടെ പിടിച്ചിട്ടിട്ട്. മുൻപ് എനിക്കും സാറിന് മാത്രം കഞ്ഞി വെച്ചാൽ മതിയായിരുന്നു. കഞ്ഞി വെക്കുന്ന കാര്യം പോട്ടെ, ആ ചെറുക്കനെ പിന്നെയും സഹിക്കാം. ഞാൻ 2 അലക്കുമ്പോൾ അവൻ എടുത്ത് കുടിച്ചോളും. അവരെന്തോന്ന് സാധനം? ഈ കണക്കിന് പോയാൽ അവർ പട്ടികൾ കിടന്ന് ചാവും. അത് അങ്ങനെ ചാവുന്ന ഐറ്റമൊന്നുമല്ല. സർ, അറ്റ്ലീസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം അവരെ കൊണ്ട് എന്തെങ്കിലും ഒഴിയിപ്പിക്കാൻ. ഒരുപക്ഷെ അവർ കുറ്റസമ്മതം നടത്തിയാലോ? എടോ, അങ്ങനെ സമ്മതിക്കാനായിരുന്നെങ്കിൽ 5 വർഷം വരെ അവൾ കാത്തിരിക്കില്ലായിരുന്നു. വേണിക്ക് നീതി നിഷേധിക്കപ്പെട്ട ആ നിമിഷം ആ കോടതി വളപ്പിൽ ഒറ്റ കത്തിയിൽ കുത്തി നിർത്തിയേനെ 5 എണ്ണത്തിനെ അവൾ. എന്നിട്ട് അന്തസ്സിന് ശിക്ഷയും സ്വീകരിച്ചേനെ. അത്രയ്ക്കും വിൽപ്പവർ ആ പെണ്ണിന്. എന്നിട്ടും അവൾ അത് ചെയ്തില്ല. വൈ? അവളുടെ പ്രതികാരം ആ 5 പേരോട് മാത്രമായിരുന്നില്ല. അവളുടെ അനിയത്തിക്ക് നീതി നിഷേധിച്ച ഇവിടുത്തെ ജുഡീഷ്യൽ സിസ്റ്റത്തിനോടും കൂടെ ആയിരുന്നു. അവളുടെ അനിയത്തിക്ക് നീതി കൊടുക്കാൻ അതേ നിയമസംഹിത ആ 5 പേർക്ക് നീതി കൊടുക്കരുത്. 5 പേരെ കൊന്ന അവളെ ഒന്നും ചെയ്യാൻ കഴിയാതെ നീതി ദേവത നോക്കി നിൽക്കണം. കേസ് തുടങ്ങിയപ്പോഴേ ഞാൻ തന്നോട് പറഞ്ഞതല്ലേ, ഇത് വളരെ നന്നായി പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത കൊലപാതകങ്ങളാണ്. അതിന്റെ റിസൾട്ട് അവർക്ക് കിട്ടി. അതുകൊണ്ടാണ് ഹെൽത്ത് റിലേറ്റഡ് മരണം തന്നെ അവർ പ്ലാൻ ചെയ്തത്. 1, അധികം ആർക്കും സംശയം തോന്നില്ല. 2, അവർ പഠിച്ച വിദ്യ അവരെ തന്നെ ഇല്ലാതാക്കുന്നു. എങ്ങനെയുണ്ട്? ലാസ്റ്റ് ആൾക്ക് മാത്രം ആക്സിഡന്റ്. അത് മേ ബി നമ്മൾ അടുത്തെത്തിയെന്ന് തോന്നിയിട്ടാകും. ആ ആക്സിഡന്റ് പോലും പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. എന്നിട്ടും എന്ത് പെർഫെക്റ്റ് ആയിരുന്നു. താനും അന്വേഷിച്ചതല്ലേ? ആ ഏരിയ വിജനമായ പ്രദേശം. 9 മണി കഴിഞ്ഞാൽ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ല. 10 കിലോമീറ്റർ കഴിഞ്ഞ് CCTV പോലും ഉള്ളൂ. ഹിറ്റ് ആൻഡ് റൺ അവിടെ സ്ഥിരം നടക്കുന്ന കാര്യം. മൊത്തത്തിൽ പറഞ്ഞാൽ രോഗത്തിന്റെയെന്നല്ല, ഒരാളുടെ പോലും കൊലപാതകത്തിന്റെ പിന്നിൽ ആത്മവേദയാണെന്ന് തെളിയിക്കാൻ ഒരു ചെറിയ തെളിവ് പോലും നമ്മുടെ കയ്യിലില്ല. അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ലെങ്കിൽ അവരെ വിടണം. ഒരു കാര്യമില്ലാതെ ഇവിടെ പിടിച്ചു വെച്ചേക്കുന്ന എന്തിനാ? അങ്ങനെ വിടാനല്ല ഞാൻ അവന്റെ ഫോൺ ഹാക്ക് ചെയ്ത് ഇത്രയും കഷ്ടപ്പെട്ട് അവരെ പൂട്ടിയത്. സാർ, നൈസ് മൂവ്, ഐ ലൈക്ക് ഇറ്റ്. ഈ മുറിയിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ 2 ഇതുവരെയും കണ്ടില്ലല്ലോ. എന്റെ ആത്മ ടീച്ചറെ, നിങ്ങൾ ആളും എടുക്കുതന്നെ. എന്റെ പേരിൽ കേസ് ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടണം. ഇയാളെന്താ നേരത്തെ ഭക്ഷണം കഴിക്കാത്തത്? 3 നേരം ഭക്ഷണം തന്നെ ഒരു മുറിയിൽ പൂട്ടിയിട്ട് വളർത്താൻ ഞാൻ തന്നെ വളർത്തു മൃഗമല്ല. പറയടോ, താൻ എന്തിനാ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്? എൻ്റെ ഹരീഷ് എവിടെ? അവന് വല്ലതും സംഭവിച്ചാൽ
ഷർമുഖിന് ഉലകം കാണില്ല. താൻ എന്തിനാ എന്നെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്നേന്ന്? തനിക്കെന്താ വേണ്ടേ? തനിക്കെന്താ വേണ്ടേന്ന്? எனக்கு தேவை உன்னை மட்டும்தான். யாருக்கு உன்னை கொடுப்பதற்காக அல்ல நான் உன்னை தேடி கண்டுபிடித்தது. ஆத்மவேத என்ற பெயர் என் காதுகளில் கேட்ட அன்று முதல் நீ என்னுடையவள் தான். ஜஸ்ட் நோட் இட். உன்னுடைய இருதயத்தின் காலியான இந்த 4வது அறை எனக்கு மட்டும்தான் சொந்தம். உன்னுடைய இந்த இருதய துடிப்பின் சத்தம் நான் ஆகணும். நீ சுவாசிக்கிற சுவாசம் நான் ஆகணும். நான் என்றால் நீ என்றால் நான். அப்படித்தான் இருக்க வேண்டும். இந்த ராவனுக்கு மட்டும்தான் இந்த ஜானகி. അലക്കടലൊലിയാരു നീ, കനലൊളിയഴകാരു നീ, തിരയുടെ വരവാരോ, കലയുടെ തികവാരോ. സാർ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണോ? സാർ, ഹരീഷിനെ അന്വേഷിച്ചു പോയതാണ് ഞാൻ ആ ഓർഫണേജിൽ. പക്ഷേ ആ അമ്മയ്ക്ക് പറയാനുണ്ടായിരുന്നത് മുഴുവൻ ആത്മവേദയെ കുറിച്ചായിരുന്നു. അമ്മ ഏറെ പ്രിയപ്പെട്ടതായി കണ്ടിരുന്ന അമ്മയുടെ മാത്രം ആത്മവേദ. +2 വരെയും സ്കൂൾ ടോപ്പ് ആയിരുന്നു ആത്മവേദ. 18 വയസ്സായപ്പോൾ ഹരീഷിനെ വേണിയും കൊണ്ട് ആ ഓർഫണേജിൽ നിറങ്ങി അവൾ. ഒരു ഓർഫണേജിൽ നിന്നുകൊണ്ട് ഒരു കുട്ടിക്ക് എത്രത്തോളം വളരാൻ കഴിയുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അവളെക്കുറിച്ച് ചിന്തിക്കാതെ ആ 2 കുട്ടികളുടെയും ഭാവി മാത്രം ആലോചിച്ചാണ് അവൾ അവിടെ വിട്ടത്. വെറും 18 വയസ്സുള്ള പെൺകുട്ടി. ആ അമ്മയ്ക്ക് അവരവിടുന്ന് പോയതിനു ശേഷം അധിക കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ആത്മവേദ അവസാനമായി വിളിച്ചപ്പോൾ പത്തനംതിട്ടയിൽ ജോലി കിട്ടിയ കാര്യം പറഞ്ഞിരുന്നുവെന്ന്. പിന്നെ അറിയുന്നത് ആത്മവേദയുടെ മിസ്സിംഗ്. ബോഡി കിട്ടാഞ്ഞത് കൊണ്ട് ആത്മവേദ മരിച്ചുവെന്ന് ബാക്കി എല്ലാവരും വിശ്വസിച്ചിട്ടും ആ അമ്മ മാത്രം വിശ്വസിച്ചില്ല. പ്രതീക്ഷ വിടാതെ ആത്മവേദയെ കാത്തിരിക്കുകയാണ് അവർ. വിഷ്ണു കളക്ട് ചെയ്തു തന്ന വിവരങ്ങളിൽ നിന്നാണ് എനിക്ക് പിന്നെ ആത്മവേദ ടീച്ചറിനെ കുറിച്ചൊരു പിക്ചർ കിട്ടുന്നത്. ഇന്നുവരെ അവളെ പോലൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. അന്ന് ഞാൻ ഹരീഷിനെ തന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചതും അവളിലേക്ക് എത്താനായിരുന്നു. ഞാൻ ആരാ അപ്പോൾ? കോമാളി. അത് കൊള്ളാലോ. ഞാൻ കൊലപാതകയെ തേടി നടന്നപ്പോൾ സാർ പ്രണയിനിയെ തേടി നടക്കുമായിരുന്നെന്ന് അല്ലേ? അങ്ങനെയല്ല പാർത്ത. ഞാൻ ലക്ഷ്യം മറന്നൊന്നുമല്ല ഇതുവരെ എത്തിയത്. എന്റെ എത്തിക്സിനെതിരായി ഞാൻ ഒന്നും ചെയ്തിട്ടുമില്ല. ഒരുപക്ഷെ അവൾക്കെതിരെ തെളിവ് കിട്ടി അവളെ കൊലക്കേറിന് വിധിച്ചാലും അവൾ മരിച്ചാലും ഞാൻ അവളെ തന്നെ സ്നേഹിക്കും. കാരണം ഞാൻ കണ്ടത് അവളിലെ പെണ്ണിനെയാണ്. ഞാൻ സ്നേഹിച്ചത് അവളിലെ പെണ്ണിനെയാണ്. സാർ ഒരു സാധാരണ വ്യക്തിയല്ല. യു ആർ ആൻ IPS ഓഫീസർ. ഒരു ക്രിമിനൽ ആണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് സോ ഹൗ ഇറ്റ് വർക്ക്സ്? പാർത്ഥന് എന്നെ രാവണൻ എന്ന് വിളിക്കുന്നതിന്റെ കാരണം അറിയാമോ? പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. നാരായണത്ത് ഭ്രാന്തൻ, അതാണ് കൂടുതൽ ചർച്ച. രാവണ always choose the best. She is the best among all. And this Ravana will definitely claim her soon. ഇതിഹാസത്തിൽ രാവണൻ ജാനകി വിട്ടുകളഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ ഈ രാവണൻ ജാനകി വിട്ടുകളയില്ല. അപ്പോൾ 5 പേരെ കൊന്ന ആത്മവേദയെ കൈയടിച്ച് പ്രോത്സാഹനവും നൽകി സ്വന്തം ഭാര്യാ പദവി നൽകി ആദരിക്കാനാണോ സാർ തീരുമാനിച്ചിരിക്കുന്നത്? ശരിയാണ്, വേണ്ട തെളിവ് നമ്മുടെ കയ്യിലില്ല. പക്ഷെ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. ശിക്ഷിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അവർ 5 പേർ ചെയ്ത തെറ്റിന് അവൾ ശിക്ഷ കൊടുത്തു. അവൾ ചെയ്തതും തെറ്റാണ്. അതിന് അവൾ ചെറിയൊരു ശിക്ഷയെങ്കിലും അനുഭവിച്ചേ പറ്റൂ. നമ്മളെക്കുറിച്ച് വട്ടാക്കിയതല്ലേ, വെറുതെ വിട്ടാൽ ശരിയാകില്ലല്ലോ. പിന്നെ ആത്മവേദ കുറച്ച് ടഫാണ്. ആ ഹൃദയത്തിലോട്ട് ഇടിച്ചു കയറണമെങ്കിൽ ചില ചീപ്പ് നമ്പർ എടുത്തേ പറ്റൂ. എല്ലാത്തിനും കൂടെ ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ. സാർ എന്താ ഉദ്ദേശിക്കുന്നത്? താൻ എന്റെ നല്ലൊരു വിശ്വസ്തനാണ്. അതിന് CC 132/2023 ശങ്കരമംഗലം വീട്ടിൽ ഡോക്ടർ രോഹിത് വിശ്വനാഥിനെ കൊലപ്പെടുത്തിയ കേസ്.
ശ്രീമതി ആത്മവേദയ്ക്കെതിരെ ആരോപിക്കപ്പെട്ട കൊലക്കുറ്റം സാഹചര്യ തെളിവുകളുടെയോ സാക്ഷിമൊഴികളുടെയോ അടിസ്ഥാനത്തിൽ തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ തീർത്തും പരാജയപ്പെട്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ശ്രീമതി ആത്മവേദയെ ഈ കോടതി കുറ്റവിമുക്തയാക്കുന്നു. ഡോക്ടർ രോഹിത് വിശ്വനാഥ് കൊല്ലപ്പെട്ടതിന്റെ കേസ് അന്വേഷണത്തിനിടയിൽ പോലീസ് ഓഫീസറിനെ ആക്രമിച്ച കേസിൽ ശ്രീമതി ആത്മവേദ IPC സെക്ഷൻ 353 പ്രകാരം കുറ്റക്കാരിയാണെന്ന് സംശയമന്യേ തെളിഞ്ഞിരിക്കുന്നു. ആയതിനാൽ ശ്രീമതി ആത്മവേദയ്ക്ക് 1 വർഷത്തെ തടവും 50,000 രൂപ പിഴയും വിധിക്കുന്നു. പിഴത്തുക പരിക്കേറ്റ പോലീസ് ഓഫീസർ പാർത്ഥസാരഥി വിക്ക് നൽകാനും കോടതി ഉത്തരവിടുന്നു. കൂടെ നിന്നതിനുള്ള പ്രതിഫലത്തിന് താങ്ക്സ്. ഇനി കൊന്നാലും ഞാൻ നിങ്ങളുടെ കൂടെയില്ല. ജീവിതമേ ഞാൻ മടുത്തു. ഇത് തനിക്കുള്ള ഒരു ശിക്ഷയാണെന്നും കൂടെ കൂട്ടിക്കോ. എന്തിന്? ആത്മവേദ വരുന്നു. ഞങ്ങളുടെ സ്വർഗത്തിലെ കട്ടറുമാകാതെ അങ്ങോട്ടൊന്ന് മാറി നിൽക്കും. ഇങ്ങനെ നോക്കാതെ എനിക്ക് നാണം വരുന്നു. രാവണൻ പണ്ടേ തറവേലകളുടെ ആളാണെന്നറിയാം. താങ്ക്സ്. മോളുടെ മുൻപിൽ 1 വർഷമുണ്ട്. ഈ 1 വർഷം മൈൻഡിനെ പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമാണ്. ഈ രാവണന്റെ ഇത് മാത്രമാകാൻ. യു ഡോണ്ട് ഹാവ് എനി അതർ ചോയ്സ്. സോ ലെറ്റ് മീ. ഈ രാവണൻ കാത്തിരിക്കും ഈ ജാനകിക്ക് വേണ്ടി. എൻ്റെ ഹരീഷ്, ചെല്ല. മുഖിലാണു ഞാൻ മോഹനം പരമുറങ്ങുന്ന കാർവർണ്ണമേഘം മേഴാമ്പൽ ഞാൻ ദാഹിച്ചലയുമ്പോൾ മഴയായി നീ നിറഞ്ഞു പെയ്തു. പുതിയ കിനാക്കൾ പൊൻവളയണിഞ്ഞു, കാലം കതിരണിഞ്ഞു, നമ്മൾ നമ്മെ തിരിച്ചറിഞ്ഞു. നീ അറിയാതിനില്ലൊരു നിമിഷം, നീയില്ലാതിനില്ലൊരു സ്വപ്നം, നീയാണെല്ലാം എല്ലാം തോഴി. കുരുവികൾ പല്ലവി പാടി ചുംബന മധുര പുലരി വിരിഞ്ഞു. അഴകേ കൺമണിയേ അഴലിൻ പൂവിതളേ, മനസ്സിൻ്റെ കിളിവാതിൽ അറിയാതെ തുറന്നോരോ മഴവിൽ ചിറകുള്ള കവിതേ, നീന്റെ കസ്തൂരിമാൻ കുറുമ്പ്, എന്റെ കസ്തൂരിമാൻ കുറുമ്പ്. തനിക്ക് ഹെവിയുടെ ലൈസൻസ് ഉണ്ടായിരുന്നല്ലേ? ഞാൻ പഠിച്ച ഡ്രൈവിംഗ് സ്കൂളിൽ വരെ പോയി കാണും. അപ്പോഴെങ്ങനെ? മുന്നോട്ട് തന്നെയല്ലേ? ഞാനൊരു ക്രിമിനൽ അല്ലേ? അറിഞ്ഞുകൊണ്ടൊരു റിസ്ക് വേണോ? എനിക്ക് സ്മൂത്ത് ലൈഫ് അത്ര ഇഷ്ടമല്ല. കുറച്ച് റിസ്ക് ഒക്കെ വേണം. എങ്കിലല്ലേ ലൈഫ് ബ്യൂട്ടിഫുൾ ആകൂ. പ്രണയം നിറഞ്ഞ കണ്ണുകളല്ല,
ദഹിപ്പിക്കാൻ തയ്യാറുള്ള ഈ കണ്ണുകളാണ് എനിക്കിഷ്ടം. ദീസ് മേക്ക് മീ ഫോൾ ഡീപ്പർ ഇൻ യു. സോ ബി കെയർഫുൾ നെക്സ്റ്റ് ടൈം. ഞാൻ എപ്പോഴും നല്ല പിള്ളയാകി ഇരിക്കമാട്ടെ. ഹരീഷ് എന്താ വരാഞ്ഞത്? അവൻ അവന്റെ ചേച്ചിയുടെ ഫേവറേറ്റ് പുട്ടും ബീഫും ഉണ്ടാക്കുന്നു. വെജിറ്റേറിയൻ അല്ലേ? ആര്? ഞാനോ? അതൊക്കെ അറിയായിരുന്നല്ലേ. മാസം മാസം ഹരീഷിനെ കാണാൻ വിട്ടതിന് എനിക്ക് ഗുണമുണ്ടായി. ഞാൻ വെജിറ്റേറിയൻ ആണ്, പക്ഷേ മറ്റുള്ളവർ കഴിക്കുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്റെ ഫ്രണ്ട്സ് എല്ലാം നോൺ വെജ് ആയിരുന്നു. സോ ഐ ആം യൂസ്ഡ് ടു ഇറ്റ്. അപ്പാ പൊട്ടും പറ്റില്ല. നിങ്ങളുടെ വീട്ടിൽ പ്രശ്നമില്ലേ? നമ്മുടെ കാര്യമോ? ഒരു ഭാഗ്യരേഖ തെളിയുമെന്ന് അപ്പ പറഞ്ഞിരുന്നു. അത് മംഗല്യ ഭാഗ്യമാണെന്ന് അറിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് അമ്മ. കർണാടക മ്യൂസിക്കിന്റെയും വെസ്റ്റേൺ മ്യൂസിക്കിന്റെയും ഒരു ഫ്യൂഷൻ അപ്പ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് അപ്പ. കുടുംബം മുഴുവൻ ഇങ്ങനെയാണോ? എങ്ങനെ? ഇങ്ങനെ. ആ അമ്മ സംസാരിച്ചു. അല്ല, ഞാൻ. ഹലോ മോളെ, നിങ്ങൾ അവിടുന്ന് പുറപ്പെട്ടോ? ഇല്ല. വീട്ടിൽ പോലും എത്തിയില്ലേ? അവൻ കാളവണ്ടിയാണോ ഓടിക്കുന്നേ? വേഗം ചെന്ന് ഹരിമോനെയും കൂട്ടി ഇറങ്ങാൻ നോക്ക്. എവിടേക്ക് പോകാന്? ആഹാ, അവനൊന്നും പറഞ്ഞില്ലേ? അവന് ഫോൺ കൊടുത്തേ. ദാ. എന്താ അമ്മ? നീ മോളോടൊന്നും പറഞ്ഞില്ലേ? വേഗം വരണം. ഹരിയോട് ഒന്നും അവിടെ ഇടാതെ എല്ലാം എടുത്തോളാൻ പറഞ്ഞോണം. എനിക്കിനി നിന്നെ വേണ്ട, ഹരിമോനെ മതി. അവനെ ഞാൻ സ്നേഹം കൊണ്ട് പൊതിയും. നീ വേണേ ഈ മനുഷ്യനെ കൂടെ കൊണ്ടുവെക്കും. എന്നിട്ട് പാട്ടും കച്ചേരിയായിട്ടങ്ങ് നടന്നു. ആത്മമോളയും കിട്ടിയല്ലോ കൂട്ടിന്. നിന്റെ അപ്പ നിലത്തൊന്നും അല്ല ഇപ്പോൾ. സംഗീതത്തിൽ എന്തോ മാജിക് കാണിക്കാൻ പോകുവാണെന്ന് പറഞ്ഞ് എനിക്ക് സമാധാനം തരണില്ല. ഞാനും എന്റെ ഹരിമോനും മതി ഇവിടെ. അമ്മയുടെ ഹരിമോനും കൂടെ തോന്നണ്ടേ? തോന്നാതിരിക്കാൻ എന്താ? അവൻ അവന്റെ ചേച്ചിയെ വിട്ട് വരുമെങ്കിൽ അമ്മ എടുത്തോ അവനെ. അവൻ വരും. ഭ്രാന്തനായി നിന്റെ കൂടെ കഴിഞ്ഞ് അവനും മടുത്തു. അവനും ജീവിക്കാൻ കൊതി കാണില്ലേ? ഓ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എന്നാൽ ഞങ്ങൾ അങ്ങോട്ട്. നമ്മൾ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഹരീഷ് കഴിഞ്ഞ തവണ വന്നപ്പോൾ ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. എന്റെ മുറപ്പെണ്ണിന്റെ കല്യാണം, അതിന് പോവുക. മുറപ്പെണ്ണോ? എന്താ മുറപ്പെണ്ണിന്റെ പേര്? ബിഹാര തൻവിക കവിചന്ദ്രൻ. മുറപ്പെണ്ണേന്ന് വിളിക്കുന്നത് തന്നെയല്ലേ ബെറ്റർ ഓപ്ഷൻ? അതെ. ആരാ കല്യാണം കഴിക്കുന്നത്? എന്റെ കൂടെ ഉണ്ടായിരുന്ന പാർത്ഥസാരഥി. മണ്ണും ചാരി നിന്നവൻ പെണ്ണിനെയും കൊണ്ട് പോയി എന്ന് പറഞ്ഞ പോലായി. പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ അവളാണ് അവനെ കറക്കിയെടുത്തത്. മെസ്സേജ് അയച്ച് ഫോൺ ചെയ്തു. പാവം, വീഴാതിരിക്കാൻ കുറേ നോക്കി. അവളല്ലേ വീഴ്ത്തിച്ചു. പാർത്ഥന്റെ വിധി. അപ്പോൾ ഞാൻ വണ്ടി എടുക്കുവാണേ. ഇനി നമ്മൾ മുന്നോട്ട് മാത്രം. ആമി, ഈ രാവണന്റെ ജാനകിയാകാനാണ് ഞാൻ വിളിക്കുന്നത്. നമ്മളിപ്പോ എങ്ങോട്ടാ? താൻ വാടോ. ഈ വിരലുകൾ ഇനിയും ഓടി നടക്കണം. പാശ്ചാത്യ സംഗീത ലോകത്തിൽ 10 വാദികൾ മാത്രമല്ല ഉള്ളത്. നിന്റെ കൊതി തീരുന്നത് വരെ, കൈ തളരുന്നത് വരെ പുതിയ വാദ്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. നീ ആകുന്ന സംഗീതത്തിൽ എനിക്ക് മതിമറന്നുറങ്ങണം. ഉറങ്ങാനല്ല, എന്നോടൊപ്പം ഗാനമാകാൻ.